ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അനുഗ്രഹീതമായ വചന ശുശ്രൂഷയിലേക്ക് നമ്മുടെ ഹൃദയത്തെയും ജീവിതത്തെയും ചേർത്ത് വയ്ക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തട്ടെ. ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. വചനത്തിൻ്റെ പൊരുളറിയാൻ, വചനപ്പൊരുളിന് ആനുപാതികമായിട്ട് ജീവിതത്തിൻ്റെ ഇടങ്ങളെ സ്വർഗം സ്വപ്നം കാണും വിധമൊന്നു ക്രമീകരിക്കാൻ വേണ്ടി ഹൃദയനിലങ്ങളിലേക്ക് വചനപ്പെയ്ത്തിൻ്റെ സാധ്യതകൾ ഒരുക്കാൻ ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥനയോടെ നമുക്ക് ആഗ്രഹിക്കാം, ഒരുങ്ങാം. സ്നേഹത്തോടെ പാടി പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് എല്ലാവരും ചേർന്ന് ചേർന്ന് പാടി. ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ചേർന്ന് ദൈവമേ ദൈവത്തിൻ്റെ ആത്മാവേ, സ്വർഗത്തിൻ്റെ അനുഗ്രഹമായ പരിശുദ്ധാത്മാവേ, ഈ വചനമണിക്കൂറിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ, ജീവിതത്തിൽ മാറ്റം വരുത്താൻ, വിശ്വാസത്തിൻ്റെ വഴിയിലൂടെ പടിപടിയായി ഉയർന്ന അവിടുത്തെ അനുഗമിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ, ലോകം മുഴുവനും പകച്ചു നിൽക്കുന്ന ഞങ്ങളുടെ രാജ്യം ഇനി എന്ത്, ഇനി എങ്ങനെ, ഇനി എങ്ങോട്ടെന്നറിയാതെ ഈ COVID-19 മുൻപിൽ ഉത്തരം കിട്ടാത്തൊരുപിടി ചോദ്യങ്ങളോടെ നിൽക്കുമ്പം തമ്പുരാനെ, ഒരു വിശ്വാസിയുടെ കണ്ണും കാഴ്ചപ്പാടും ഞങ്ങൾക്ക് നൽകണമേ. അന്ധമായ ഞങ്ങളുടെ ആന്തരികതയെ അവിടുത്തെ വെളിച്ചം കൊണ്ട് പ്രകാശിപ്പിക്കണമേ. വചനം കേട്ട് പരിശുദ്ധയമ്മ ജീവിതത്തെ പുതിയ ദിശാബോധങ്ങളിലേക്ക് മാറ്റിയതുപോലെ, വിശുദ്ധ യോസേപ്പ് വചനത്തോട് ആഭിമുഖ്യം കാണിച്ച് അനുഗ്രഹത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ ഹൃദയമുള്ള അപ്പനായതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ, കൂടെ ഈ നിമിഷങ്ങളിൽ വചനത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയിട്ട് ജീവിതത്തിൽ അമ്മ അനുഗ്രഹമാക്കിയതുപോലെ ജീവിക്കാൻ, പിതാവേ, അങ്ങയെപ്പോലെ നീതിമാന്റെ സർവഭാവങ്ങളും ജീവിതത്തിൽ സ്വന്തമാക്കി അനുഗ്രഹീതരാകാൻ പ്രാർത്ഥിക്കണേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയിലേറ്റവും സ്നേഹമുള്ളവരെ, പത്രോസ്ലീഹായുടെ രണ്ടാമത്തെ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 5, 6, 7 തിരുവചനം ഒരു വിശ്വാസിയുടെ ജീവിതത്തോട് പറയുകയാണ്. വിശ്വാസം നിനക്ക് സ്വർഗം മാമോദീസായിലൂടെ, കൂദാശയിലൂടെ നൽകിയിട്ടുണ്ട്. അതിനെ അനുഗ്രഹത്തോട് കൂടിയിട്ടൊന്ന് വളർത്തി വേണം ഏത് പ്രതിസന്ധി കാലഘട്ടത്തിലും ജീവിക്കാൻ. അതിനെ എങ്ങനെയാണ് ഓർമ്മപ്പെടുത്തുന്നത്? വിശ്വാസത്തെ സുഹൃതം കൊണ്ടും, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും,
ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും, ക്ഷമയെ ഭക്തി കൊണ്ടും, ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും, സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണമാക്കുവിൻ. ഒരു വിശ്വാസിയുടെ ജീവിതം സ്വർഗം നൽകിയ വിശ്വാസത്തിനിണങ്ങുന്ന വിധം ജീവിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വിധം പടിപടിയായിട്ട് വളർന്ന് ഈ പടികളിലൂടെ ഔന്നത്യത്തിലെത്തിക്കഴിയുമ്പം ഒരു വ്യക്തിയുടെ ജീവിതം ഏതു മഹാമാരിയുടെ മുൻപിലും ഏതു പ്രതിസന്ധിയുടെ മുൻപിലും നിൽക്കുന്നത് തികച്ചും വ്യത്യാസപ്പെട്ടൊരു കാഴ്ചപ്പാടിലായിരിക്കും. ഒരുപക്ഷെ നമ്മൾ ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ കാലം നമ്മളോട് പറയാണ്, നിന്റെ ജീവിതത്തിൽ നീ ഇനിയും ദൈവത്തെ കണ്ടെത്താനും ദൈവിക വഴികളെ ഒന്ന് മനസ്സിലാക്കാനും ആത്മാർത്ഥമായിട്ട് വിശ്വാസത്തിൻ്റെ വഴികളെ ഒന്ന് ആത്മവിചിന്തന വിഷയമാക്കണം. നമ്മളൊക്കെ ധരിച്ചിരിക്കും പോലെ വിശ്വാസമുണ്ട് എന്ന് അഭിമാനിക്കുമ്പോഴും വിശ്വാസത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതം വളരേണ്ടതും പരിപുഷ്ടമാകേണ്ടതും അത് പൂർണ്ണതയിലെത്തി അനുഗമിക്കൽ കൊണ്ട് അനുഗ്രഹമാകേണ്ടതുമായ അനുഭവങ്ങളെ നമ്മൾ പഠിച്ചാലാണ് നമുക്ക് പിടുത്തം കിട്ടും. ഈ ഒരു ആത്മീയ വിചാരത്തെ കുറേയും കൂടെ ഒന്ന് വിടർത്താൻ വേണ്ടിയിട്ട് ഏറ്റവും മനോഹരമായി നാം ഇന്ന് ഈ രാത്രിയുടെ യാമങ്ങളിൽ ധ്യാനിക്കുക വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 46 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങളാണ്. അന്ധനായ ബർത്തോമയോസിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെടുത്തിയിട്ട് ഈ അന്ധനായ ബർത്തോമയോസ് തൻ്റെ ജീവിതത്തിൽ ക്രിസ്താനുഭവത്തിലേക്ക് എത്തുകയും തൻ്റെ ഉള്ളിൽ അങ്കുരിച്ച വിശ്വാസത്തിൻ്റെ വഴിയെ ഉജ്ജ്വലിപ്പിച്ചിട്ട് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനായി മാറിയ ആത്മീയ വിചാരത്തിൻ്റെ വഴികളിലൂടെ നമുക്ക് ഈ യാത്ര ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ വചനത്തെ നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പം ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ബർത്തമയോസിൻ്റെ ഈ അന്ധൻ്റെ സൗഖ്യത്തോട് ബന്ധപ്പെടുത്തിയ തിരുവചനം മർക്കോസ് സുവിശേഷത്തിലും ലൂക്കാസ് സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷകൻ മറ്റൊരു അന്ധൻ്റെ ജീവിതക്കുറിപ്പിനെ കൃത്യതയോടുകൂടിയിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. 4 സുവിശേഷങ്ങളും അന്ധതയോട് ബന്ധപ്പെടുത്തിയ മേഖലയിലുള്ള ദൈവത്തിൻ്റെ ഇടപെടലിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സമവീക്ഷണ സുവിശേഷങ്ങൾ വിശുദ്ധ മത്തായിയും വിശുദ്ധ മർക്കോസും വിശുദ്ധ ലൂക്കായും വളരെ കൃത്യതയോടുകൂടിയിട്ട് ഈ അന്ധൻ്റെ ജീവിതത്തിൻ്റെ വെട്ടം കിട്ടിയ അനുഭവത്തെ അവതരിപ്പിച്ച് വെക്കുന്നത് മുഴുവനും തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള 3-ാമത്തെ പ്രവചനത്തോട് തൊട്ടുചേർന്ന. എന്താണ് ഇതിൻ്റെ ആത്മീയത എന്ന് വെച്ചാൽ, ഈശോ തൻ്റെ ജീവിതത്തിലെ പീഡാനുഭവത്തിൻ്റെ, സഹനാനുഭവത്തിൻ്റെ, ജെറുസലേം അനുഭവത്തിൻ്റെ 3 ഓർമ്മപ്പെടുത്തലുകളൊക്കെ നടത്തിയിട്ടും ശിഷ്യൻ്റെ ജീവിതത്തിൽ 2-ാമത്തെയും 3-ാമത്തെയും ഓർമ്മപ്പെടുത്തലിനൊടുവിൽ തങ്ങളിൽ വലിയവനാരെന്ന ചോദ്യം 2-ാമത്തെ പീഡാനുഭവ പ്രവചനത്തോട് ചേർന്ന് ശിഷ്യർ ഉള്ളിൽ കൊണ്ടു നടക്കണു. തമ്പുരാൻ ഭാരപ്പെടുന്നു. വീണ്ടും 3-ാമത്തെ ഈ പീഡാനുഭവ പ്രവചനം കഴിയുമ്പം സബദീപുത്രന്മാർ അമ്മയോടൊപ്പവും അല്ലാതെയും ഒക്കെ കടന്നു വന്നിട്ട് തങ്ങളിൽ ആരാണ് ഇടത്തും വലത്തും ഇരിക്കാനായിട്ട് സാധ്യതയുള്ളവനെന്നും അതിൻ്റെ സാധ്യതകൾ എന്ത് എന്നും തിരയുമ്പം വലിയ നൊമ്പരത്തോടു കൂടിയിട്ട് തമ്പുരാൻ അവരോട് നിങ്ങളുടെ ജീവിതം അന്ധതയായ അന്ധമാർന്ന ജീവിതമാണെന്നും ഇന്നും നിങ്ങൾ വെളിച്ചത്തിലാണെന്ന് അവകാശപ്പെടുമ്പോഴും അന്ധതമുറ്റിയ ജീവിതമാണെന്നും അടിവരയിട്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവരോട് ഈ അവസാനം ഈശോ തൻ്റെ ജെറുസലേം പ്രവേശനത്തിൻ്റെ തൊട്ട് മുൻപായിട്ട് പറയാണ്, ഇനിയെങ്കിലും നിങ്ങളുടെ അന്ധതയിൽ നിന്നും നിങ്ങൾ അകലത്തിലായില്ലെങ്കിൽ ഇത് വലിയ ദുരന്തമായിട്ട് മാറും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അന്ധത ബാധിച്ചൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യം ലോകത്തിൻ്റെ മുമ്പിൽ മുഴുവനും ഇരുട്ടിൻ്റെ അടയാളപ്പെടുത്തൽ കൊണ്ട്, ചുമന്ന അടയാളപ്പെടുത്തലുകൾ കൊണ്ട് വലിയ സങ്കടത്തിൻ്റെ, ഓക്സിജൻ കിട്ടാതെയും ഓരോ നിമിഷവും ആളുകൾ മരിച്ചു വീഴുന്ന വിധം, മൃതസംസ്കാരത്തിന് പോലും സാധ്യതയില്ലാത്ത വിധം, കൂടപ്പറപ്പുകൾക്ക് കാവലിരിക്കാൻ കഴിയാത്ത വിധം, ശവത്തിന് കാവലിരിക്കേണ്ട വിധം, ഇന്ന് വരെയും ചരിത്രത്തിൽ നാം ആരും സങ്കല്പിക്കാൻ കഴിയാത്ത വിധം വലിയ സഹനത്തിൻ്റെ, നൊമ്പരത്തിൻ്റെ, നീറുന്ന
അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പം തമ്പുരാൻ നമ്മളോട് ഇന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഈ രാത്രിയിൽ ഓർമ്മപ്പെടുത്തുകയാണ്, അന്ധനായ ബർത്തമയോസിന്റെ വിശ്വാസ ജീവിതത്തിൻ്റെ വഴികളെ നീ നിന്റെ ജീവിതത്തിലൊന്ന് ഏറ്റെടുത്താൽ മകനെ മകളെ നിന്നെ ദൈവത്തിന് അത്ഭുതകരമായിട്ട് അനുഗ്രഹിക്കാൻ കഴിയും. വലതുകരമെന്ന് ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ എന്ന് ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ബർത്തമയോസിന്റെ ജീവിതത്തെ നമ്മളൊന്ന് വായിച്ച് പഠിക്കാൻ തുടങ്ങുമ്പം ആദ്യം തിരിച്ചറിയണം, ബർത്തമയോസ് എന്ന് പറയുന്ന അന്ധന്റെ ജീവിതത്തിന് ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അവന് കാഴ്ചയില്ലായിരുന്നുവെങ്കിലും അവൻ്റെ അകക്കണ്ണുകൾക്ക് അത്ഭുതകരമായിട്ട് വെട്ടമുണ്ടായിരുന്നത് കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ഈ പരിമിതിയുടെ ഫ്രെയിമിനകത്തിരിക്കുമ്പോഴും അവൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ അറിയാനും അനുഭവിക്കാനും ആഴമുള്ള ക്രിസ്താനുഭവത്തെ നെഞ്ചിൽ ചൂടായി കൊണ്ടു നടക്കാനും പരിശ്രമിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാടിടങ്ങളിൽ തമ്പുരാൻ അത്ഭുതം പ്രവർത്തിക്കുന്നുവെന്നും അന്ധൻ സുഖപ്പെടുന്നുവെന്നും ബധിരൻ ജീവിതത്തിൽ സൗഖ്യത്തിലെത്തുന്നുവെന്നും തളർവാദ രോഗിയും കുഷ്ഠരോഗിയും ലാസറിനെ പോലെ മരിച്ചവൻ പോലും ഉയർക്കുന്നുവെന്നും ഒക്കെ അറിയുമ്പോഴും അവൻ്റെ നെഞ്ചിലൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അവൻ്റെ ഉള്ളിൽ ഒരടങ്ങാത്ത വിശ്വാസത്തിൻ്റെ ജ്വാലയുണ്ടായിരുന്നു. എനിക്കും ഒരു ദിവസം എൻ്റെ തമ്പുരാനെ കാണാൻ പറ്റണം, എനിക്കും ഈ തമ്പുരാൻ്റെ അനുഭവങ്ങളെ അനുഗ്രഹങ്ങളെ സ്വന്തമാക്കാൻ പറ്റണം. ഈ ആഗ്രഹത്തോടു കൂടെ ജീവിച്ച അന്ധനായ ബർത്തമയോസ് നമ്മളോടൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സെന്റ് അഗസ്റ്റിൻ പറയും പോലെ, വേഗത്തിൽ അനുഗ്രഹം നൽകിക്കൊണ്ട് കടന്നു പോകുന്ന തമ്പുരാനെ ഞാൻ ഭയപ്പെടുന്നു. എന്നോട് ഓർമ്മപ്പെടുത്തുകയാണ്, അതിവേഗത്തിൽ അനുഗ്രഹം നൽകിക്കൊണ്ട് കടന്നു പോകുന്ന തമ്പുരാനെ ഞാൻ ഭയപ്പെടുന്നു എന്ന് വെച്ചാൽ, ഓരോ വ്യക്തിയുടെ ജീവിതത്തിനും അനുഗ്രഹം നൽകാനായിട്ട് സ്വർഗം ചില സമയം, ചില കാലം, ചില ദിവസങ്ങൾ, ഒരുപക്ഷെ ഇന്ന് ഈ രാത്രിയുടെ ആരാധന ഒരുക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ധനായ ബർത്തമയോസ് വേഗത്തിൽ കടന്നു പോകാനായിട്ട് സാധ്യതയുള്ള തമ്പുരാനെ വെറുതെ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നൊക്കെ പറഞ്ഞ് പിള്ളേർ ചില സ്കൂൾ വിട്ട സമയത്തും കോളേജ് വിട്ട സമയത്തും ചില കുട്ടികൾ കൈ കാണിക്കും, എങ്ങാനും നിർത്തിയാൽ നിർത്തിക്കോട്ടെ എന്നൊക്കെ. അങ്ങനല്ല, ഉറപ്പോടുകൂടെ ഇട്ട തമ്പുരാന്റെ വഴിയോരത്തേക്ക് കടന്നു വന്ന് അവൻ്റെ അന്ധതയെ അവൻ്റെ ശബ്ദം കൊണ്ട് അതിജീവിച്ചു കൊണ്ട് വിളിച്ചു പറഞ്ഞ് ക്രിസ്തു ജീവിതത്തിൽ നിന്നും അനുഗ്രഹം ഏറ്റുവാങ്ങുന്ന അന്ധനായ ബർത്തമയോസിന്റെ ജീവിതം മുൻപിൽ നിർത്തിയിട്ട് ഈ രാത്രിയുടെ അനുഗ്രഹത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ച ഓരോ വിശ്വാസിയും ചങ്ക് പൊട്ടി തമ്പുരാനോട് പറയണം, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ വിടില്ല. യാക്കോബ് പറഞ്ഞതുപോലെ, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടില്ല എന്ന് യാക്കോബ് പറഞ്ഞതുപോലെ, അന്ധനായ ബർത്തമയോസ് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അനുഗ്രഹത്തിൻ്റെ ജീവിതമായി മാറും. ഈ ആത്മീയ വിചാരത്തെ നമ്മളൊന്ന് ധ്യാനിക്കാൻ തുടങ്ങുമ്പം അന്ധനായ ബർത്തമയോസിന്റെ ജീവിതത്തെ ആത്മീയ പിതാക്കന്മാർ അവതരിപ്പിച്ചുകൊണ്ട് പറയും, റോമാലേഖനം 10:17 പറയും, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നും ഉണ്ടാകും. അന്ധനായ ബർത്തമയോസ് തമ്പുരാനെ ഒന്ന് കേൾക്കാനായിട്ട് തൻ്റെ കാതുകളെ, ഹൃദയത്തെ, ജീവിതത്തെ വിട്ടുകൊടുത്തിരുന്നു. ഇന്ന് ഈ രാത്രിയുടെ യാമങ്ങളിൽ ഈ ആരാധനയിൽ പങ്കെടുത്ത് അഭിഷേകത്തിൻ്റെ കർമ്മങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തിയും ഭവനങ്ങളിലായിരുന്നു കൊണ്ട് തമ്പുരാനോട് പറയണം, തമ്പുരാനെ, നീ 2000 കൊല്ലങ്ങൾക്കപ്പുറം ജീവിച്ചു മൺമറഞ്ഞു പോയവനല്ല. ഇന്നും വചനത്തിലൂടെ, പരിശുദ്ധ കുർബാനയിലൂടെ, സഭയുടെ കൂദാശകളിലൂടെ, അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ജീവിക്കുന്ന ദൈവമാണ് എന്ന് ചങ്കുറപ്പോടുകൂടിയിട്ട് ഏറ്റുപറഞ്ഞിട്ട് വെളിപാട് പുസ്തകത്തിൻ്റെ 1-2 വചനം എങ്ങനെയാ പറയുക? ഈ വചനം കേൾക്കുകയും വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹീതൻ എന്ന് വിളിക്കപ്പെടും. ഇന്ന് ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് വേണ്ടി പങ്കുവയ്ക്കപ്പെടുമ്പം, വിശുദ്ധ ബലിയർപ്പണവും ആരാധനയും ഒക്കെ നടക്കുമ്പം ഒരു കാര്യം തമ്പുരാനോട് പറയണം, വചനമായ തമ്പുരാനെ, കുർബാനയായ തമ്പുരാനെ, നീ അകലങ്ങളിലാണെങ്കിലും ഓൺലൈനിലൂടെ എൻ്റെ വീട്ടിൽ, എൻ്റെ കുടുംബത്തിൻ്റെ അകത്ത്, എൻ്റെ കട്ടിലിനരികിൽ, എൻ്റെ പ്രാർത്ഥനാ നിയോഗത്തിൻ്റെ ആ മേഖലയിൽ നീ ഒന്ന് കടന്നുവാ എന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. വചനം കേൾക്കുകയും വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹീതരെന്നാണ് വെളിപാട് പുസ്തകം പറയണത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനത്തെ കേൾക്കാനായിട്ട് ഹൃദയനിലങ്ങളെ ഒരുക്കിയിട്ട് അന്ധനായ ബർത്തമയോസ് ജീവിതത്തിൽ ചെയ്ത വിശ്വാസത്തിൻ്റെ വഴികളെ നമ്മൾ ധ്യാനിക്കുമ്പം
സങ്കീർത്തനം 19:1 മുതൽ വചനം പറയും, ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു, വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു, പകൽ പകലിനോട് അവിരാമം സംസാരിക്കുന്നു, രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു, അവയുടെ വാക്കുകൾ ഭൂമിയുടെ അതിർത്തിയോളം എത്തുന്നു. എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ സ്വരത്തോട് ചേർന്ന് ഇന്ന് ഈ രാത്രിയിൽ അഭിഷേകത്തിൻ്റെ ആരാധനയിലും വചനപ്രഘോഷണ വേളയിലും ദൈവത്തിൻ്റെ സ്വരം കുറേയും കൂടെ വ്യക്തമായിട്ട് ഓരോ വ്യക്തിയുടെ ജീവിതത്തിലേക്കും ദൈവം പറഞ്ഞയക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് പരിശുദ്ധ അമ്മ ചെയ്ത പോലെ ലൂക്കാസ് സുവിശേഷം 1:37 മാലാഖ അമ്മയോട് പറഞ്ഞു, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഈ മഹാമാരിയുടെ സമയത്ത് പോലും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ, നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ, നമ്മുടെ കൂടപ്പിറപ്പുകളെ, നാം പ്രാർത്ഥിക്കുന്ന ലോകത്തിലെ മുഴുവൻ ജീവിതങ്ങളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് അത്ഭുതകരമായിട്ട് അനുഗ്രഹിക്കാൻ കഴിയുന്നവൻ ഇന്നും നമ്മളോട് പറയാണ്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നമുക്ക് കരങ്ങളൊന്ന് തമ്പുരാന്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏറ്റു പറയാം, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവേ, അങ്ങയുടെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. പരിശുദ്ധയമ്മ പറഞ്ഞ പോലെ ഈ വചനത്തിന്റെ അഭിഷേകം നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് ഏറ്റെടുക്കാം. അസാധ്യത എന്ന് കരുതുന്ന വേളകളിൽ ജോബ് 42:2 വചനവും നമ്മൾ ഓർമ്മപ്പെടുത്തും, ദൈവത്തിന് യാതൊന്നും അസാധ്യമല്ല, അവിടുത്തെ പദ്ധതി നമുക്ക് തടയാനാവില്ല. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന നിമിഷം ഓരോരുത്തരും തമ്പുരാനോട് പറയണം, ഈ വചനം എൻ്റെ കുടുംബത്തിൽ, എൻ്റെ കൂടപ്പിറപ്പിൽ, എൻ്റെ പ്രാർത്ഥന ആവശ്യമുള്ള ലോകത്തിൽ, പ്രത്യേകിച്ചും ഞങ്ങളുടെ രാജ്യത്ത് ഇന്ന് കോവിഡിനോട് ബന്ധപ്പെട്ട് സഹനാനുഭവത്തിലൂടെ മരണത്തെ കൺമുൻപിൽ കഴിയുന്നവരുടെ ജീവിതത്തിലേക്ക് ഈ വചനത്തിൻ്റെ കൃപയിൽ അഭിഷേകം പെയ്തിറങ്ങട്ടെ. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നമുക്കും അമ്മ പറഞ്ഞ പോലെ വചനത്തെ ഏറ്റുവാങ്ങിയിട്ട് അനുഗ്രഹത്തോടുകൂടെ ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ധനായ ബർത്തമയൂസിൻ്റെ ജീവിതത്തെ നമ്മളൊന്ന് വായിച്ച് പഠിച്ച് കടന്നു പോകുമ്പം തിരുവചനം നമ്മളോട് പറയുകയാണ്, ആത്മീയമായ അന്ധതയാണ് വിശ്വാസികളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അപകടം. ഇന്ന് ഒരുപാട് പേര് വിശ്വാസമുണ്ട് എന്ന് പറയുകയും ആത്മീയമായിട്ട് അന്ധതയുള്ളവരായിട്ട് മാറുകയും ചെയ്യുകയാണ്. ആത്മീയ അന്ധതയുടെ പ്രത്യേകത എന്താണെന്ന് ആത്മീയ പിതാക്കന്മാർ പറയും. അതിൻ്റെ പ്രത്യേകത ഇങ്ങനെയാണ്, ദൈവാനുഭവം ഇല്ലാത്ത വിധം ജീവിക്കുക. പ്രത്യേകിച്ച് ദൈവാനുഭവങ്ങളൊന്നുമില്ല, ചുമ്മാ ഒരു യാന്ത്രികമായ ജീവൻ. പള്ളിയിൽ പോകുന്നുണ്ടോ? ഉണ്ട്. പ്രാർത്ഥിക്കുന്നുണ്ടോ? ഉണ്ട്. എന്നാലും ഒരു ദൈവാനുഭവം ഇല്ല. ഞാൻ ഇന്ന് ഓർത്തിരിപ്പുണ്ട്, ഒരു 6-7 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി എന്നോട് ഒരിക്കൽ ചോദിച്ചു, അച്ഛൻ ശരിക്കും ഈശോയെ കണ്ടിട്ടുണ്ടോ? ശരിക്കും നീട്ടി പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചാടിക്കേറി ഉണ്ടെന്ന് പറഞ്ഞാൽ. 7 വയസ്സൊക്കെ പ്രായമുള്ളൊരു കുട്ടി, ഒരു മിടുക്കി കുട്ടി, ചുമ്മാ ഇങ്ങനെ എന്തോ വർത്തമാനം പറഞ്ഞ കൂട്ടത്തിൽ അച്ഛൻ ശരിക്കും ഈശോയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം പെട്ടെന്ന് എൻ്റെ ഉള്ളിലൊരു തേങ്ങൽ. ഞാനിങ്ങനെ അത്യാവശ്യം സൂത്രമൊക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് പരിക്ക് പറ്റാതെ ഊരിപ്പോന്നു എന്ന് പറയുന്നതാണ് സത്യം. ശരിക്കും തമ്പുരാനെ എൻ്റെ ജീവിതത്തിൽ അറിയാൻ, അനുഭവിക്കാൻ, എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷത്തിലും സന്താപത്തിലും സഹനത്തിലും നൊമ്പരത്തിലും വിശുദ്ധ പൗലോസ് പറഞ്ഞതുപോലെ എനിക്കെൻ്റെ ജീവിതത്തിൻ്റെ സർവസ്വവുമായി ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന് പറയുന്ന ആ ഒരു ആത്മീയതയിലേക്ക് എത്താൻ പറ്റിയോ എന്നൊക്കെ ചിലപ്പോഴും പല വിചാരം തോന്നിയിട്ടുണ്ട്. എന്തായാലും ആത്മീയതയുടെ അന്ധത നമ്മുടെ ജീവിതത്തെ ബാധിച്ചു കഴിയുമ്പം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് എന്താ സംഭവിക്കുക? നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഭവങ്ങളെ അറിയാൻ പറ്റാതെ വരും. രണ്ടാമത് സംഭവിക്കുന്ന ഒരു കാര്യം, ദൈവത്തെ ഗൗരവത്തിലെടുക്കാൻ പറ്റുകയില്ല. ഇന്നിപ്പം മനുഷ്യരൊക്കെ ദൈവത്തെ ഗൗരവത്തിലെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും കാലം ദൈവം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചത് സംശയം ഉണ്ടായിരുന്നു. ഇപ്പം ചെറിയൊരു സംശയമൊക്കെ കുറഞ്ഞ് ഒത്തിരി നാളത്തേക്കില്ല. നമ്മുടെ ഒരു പ്രത്യേകതയാണല്ലോ, മലയാളിക്ക് പ്രത്യേകിച്ചും. ദൈവം ഇന്ന് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ചില ആളുകളൊക്കെ ചിലപ്പം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കളയും. ദൈവത്തെ ഗൗരവത്തിലെടുക്കാനായിട്ട് കഴിയാതെ പോകുമ്പം നീ തിരിച്ചറിയണം, നിന്റെ ജീവിതം ആത്മീയതയുടെ അന്ധതയിലാണ്. നിന്റെ കുടുംബത്തിലും ജീവിത സാഹചര്യത്തിലും നിന്റെ അധ്വാന വഴിയിലും നിനക്ക് ദൈവത്തെ ഗൗരവത്തിലെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ആദിമാതാപിതാക്കളോട് ചോദിച്ച ഉൽപ്പത്തിയുടെ 3:9 ദൈവം ചോദിച്ച ചോദ്യം, ദൈവം ആദത്തോട് ചോദിച്ചു, ആദം നീ എവിടെ? തമ്പുരാൻ ചോദിക്കുന്നുണ്ടാവും.
മൂന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പുതിയ ട്രെൻഡ് ഇതിലൊന്നും വലിയ കാര്യമില്ല. ഇതാണ് ആത്മീയന്തതയുടെ ഒരു പ്രത്യേകത. യുവജനങ്ങളൊക്കെ എന്ന് പറഞ്ഞു പരത്തുന്ന ഒരു കാര്യം, കുറേ ആളുകൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ച ടെക്നിക്ക് എന്നാണ് ആത്മീയതയെ വിളിക്കുന്നത്. മനോഹരമായിട്ട് അവർ നിർവചനമൊക്കെ കൊടുക്കുന്നുണ്ട്. ജീവിക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തിയ ഒരു സൂത്രവഴിയായിട്ട് ആത്മീയതയെ കാണുന്നു. അതൊരാടയാഭരണം പോലെ ഞായറാഴ്ച ദിവസം അണിയാനും അത് കഴിയുമ്പം ഊരി മടക്കി സുരക്ഷിതമായി വെക്കാനും, അമ്മമാരൊക്കെ സാരി മടക്കി കട്ടിലിനടിയിൽ വെക്കണത് പോലെ വെച്ചിട്ട് പിന്നത്തെ ആഴ്ച പരുക്ക് പറ്റാണ്ട് ഉടുക്കാനും ഉപയോഗിക്കാനുമുള്ള വിധത്തിൽ അധപതിച്ച് കഴിയുമ്പം തമ്പുരാൻ പറയാണ്, നമ്മുടെ ജീവിതം ആത്മീയതയുടെ അന്ധതയുടെ വഴിയില. ഈ ആത്മീയതയുടെ അന്ധതയെ പരിഹരിക്കാനായിട്ട് ഈ രാത്രിയിൽ തമ്പുരാൻ നമ്മളെ വിളിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു സംവാദം ഈ ആത്മീയ അന്ധതയോട് ബന്ധപ്പെടുത്തിയിട്ട്, ഗതി കിട്ടാത്തവൻ്റെ അഭയം ആണ് ആത്മീയത എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നവരും പറയുന്നവരുമുണ്ട്. ബോബിയച്ചൻ പറയുന്ന ഒരു പ്രയോഗം അങ്ങനെയാണ്, നിൻ്റെ ഗതികേടിൻ്റെ കാലത്ത് ആശ്രയിക്കാൻ കഴിയുന്ന ഇൻഷുറൻസ് പോളിസിയായിട്ട് തമ്പുരാൻ ഇന്ന് മാറിയിരിക്കുകയാണ്. ഗതികേടിൻ്റെ കാലത്ത് അഭയം ഗമിക്കാൻ കഴിയുന്ന ഇൻഷുറൻസ് പോളിസി പോലെ നമ്മുടെ തമ്പുരാൻ അധപതിച്ച് കഴിയുമ്പം നമ്മൾ ആത്മീയതയുടെ അന്ധതയിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം നമ്മളോട് പറയാണ്, നമ്മുടെ ജീവിതത്തിൽ ഈ ആത്മീയ അന്ധതയുണ്ടോ എന്ന് ഈ രാത്രിയിൽ നമ്മൾ പരിശോധിക്കണം. ആത്മീയതയുടെ അന്ധതയുണ്ടായിട്ട് നീ എന്തുമാത്രം പ്രാർത്ഥിച്ചാലും, നീ എന്തുമാത്രം ദൈവത്തെ വിളിച്ചാലും നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം ലഭ്യമാകില്ല. അതുകൊണ്ട് ആത്മശോധന ചെയ്യണം. തമ്പുരാനോട് ചോദിക്കണം, എൻ്റെ പൊന്നു തമ്പുരാനെ, എൻ്റെ ജീവിതത്തിൽ ആത്മീയ അന്ധത പറ്റിയിട്ടുണ്ടോ? എൻ്റെ തമ്പുരാൻ എൻ്റെ കുടുംബത്തിലും ജീവിതത്തിലും ഒന്നാം സ്ഥാനത്ത് ഇരിപ്പുണ്ടോ? നമ്മുടെ വീടുകളിൽ നോക്കിയറിയാം. ഞാൻ ചില വീടുകളിലൊക്കെ പല ആവശ്യങ്ങളോട് ബന്ധപ്പെടുത്തി കടന്നു ചെല്ലുമ്പം, ചിലപ്പോൾ വെഞ്ചിരിക്കാനൊക്കെ ചെല്ലുമ്പം അങ്ങനെ നമ്മളെ ഭാരപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഷോക്കേസിനകത്ത് എവിടെയോ പെട്ടുപോയൊരു തമ്പുരാൻ, ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുക. ഷോക്കേസിനകത്ത് ഈ നാട് മുഴുവൻ നടന്നപ്പം കിട്ടിയ സകല സാധനങ്ങൾക്കും ഇടയിൽ ശ്വാസം മുട്ടിയിരിക്കുന്ന തമ്പുരാനെ കാണുമ്പം, കൊട്ടാര സമാനമായി വീട് പണിയുമ്പോഴും തമ്പുരാന് വേണ്ടിയിട്ട് കോണിച്ചുവിട് കൊടുക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാകുമ്പം ഈ ആത്മീയതയുടെ അന്ധതയുടെ ജീവിക്കുന്ന അവതാരങ്ങളായി നമ്മൾ മാറുന്നുണ്ട് എന്ന് മറക്കാൻ പാടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ രാത്രി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ അത്ഭുത രാത്രിയായി മാറാൻ തമ്പുരാനോട് പറയണം. അന്ധനായ ബർത്തമയൂസ് ജീവിതത്തിൽ നിലപാടെടുത്തതുപോലെ നിലപാടെടുത്തുകൊണ്ട് പറയണം, എൻ്റെ ആത്മീയതയുടെ അന്ധതയിലേക്ക് തമ്പുരാനെ നിൻ്റെ വെളിച്ചം, നിൻ്റെ കൃപ, നിൻ്റെ അനുഗ്രഹം പെയ്തിറങ്ങട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഒന്നാമത്തെ കാര്യം, ആത്മീയതയിൽ അന്ധതയുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് വേണം വിശ്വാസത്തിൻ്റെ ആദ്യ ചുവട് വയ്ക്കാൻ. രണ്ടാമത്തെ കാര്യം, ഈ ആത്മീയ മേഖലകളെയൊക്കെ ദൈവാനുഭവങ്ങൾ കൊണ്ട് നിറച്ച ഈ അന്ധൻ്റെ ജീവിതമാണ്. ആത്മീയ ജീവിതത്തിൽ അന്ധതയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ല. എൻ്റെ തമ്പുരാൻ എൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും ബന്ധങ്ങളിലും വേണ്ട സ്ഥാനം വേണ്ടതുപോലെ കൊടുക്കണം. ജോൺ 23-ാമൻ മാർപ്പാപ്പ 80-ാമത്തെ വയസ്സിൽ മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുമ്പം ആളുകൾ ചോദിച്ചു, ഏറ്റു നടക്കാൻ പോലും കഴിയാത്ത ഈ മാർപ്പാപ്പയെ കൊണ്ട് എന്താവും? പരിശുദ്ധ കത്തോലിക്ക സഭയിൽ അത്ഭുതകരമായിട്ട് 2-ാം വത്തിക്കാൻ കൗൺസിൽ വിളിക്കുകയും സഭയുടെ ഒരുപാട് മാറ്റത്തിൻ്റെ ആദ്യ ശങ്കുലിയായി മാറുകയും ചെയ്യാൻ ദൈവം തീരുമാനിച്ച അനുഗ്രഹീതനായ ജോൺ 23-ാമൻ മാർപ്പാപ്പ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യൻ്റെ പദ്ധതികളല്ല, ദൈവത്തിൻ്റെ പദ്ധതികൾ നാം ഒക്കെ ചിന്തിക്കുന്നതിലും നിഗൂഢമാണ്. അതുകൊണ്ട് ഈ ആത്മീയതയുടെ മേഖലയെ, ഈ അന്ധമായ മേഖലയെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട്, സ്വർഗത്തിൻ്റെ കൃപകൾ കൊണ്ട് നമ്മൾ നിറയ്ക്കാനായിട്ട് തീരുമാനമെടുക്കണം. അതുകൊണ്ടാണ് സെൻ്റ് അഗസ്റ്റിൻ്റെ ജീവിതത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അഗസ്തീനോസ് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞ് വീണ്ടും തൻ്റെ നാട്ടിലൂടെ കടന്നു പോകുമ്പം പണ്ട് തൻ്റെ പ്രിയപ്പെട്ടവളായിരുന്നവൾ വീണ്ടും സെൻ്റ് അഗസ്റ്റിനെ വന്നിട്ട് അഗസ്റ്റിനെ തെറ്റായ വഴിയിലേക്ക് വിളിക്കുമ്പം സെൻ്റ് അഗസ്റ്റിൻ പറയുന്നൊരു പ്രയോഗമുണ്ട്, നീ ആഗ്രഹിക്കുന്ന നിൻ്റെ പഴയ കൂട്ടുകാരൻ അഗസ്റ്റിൻ മരിച്ചുപോയി, ഇത് പുതിയ അഗസ്തീനോസാ. ആത്മീയതയുടെ മേഖലയിൽ, അന്ധത ബാധിച്ച മേഖലയിലൊക്കെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ മാനസാന്തരത്തിന് ഇണങ്ങുന്ന ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് സെൻ്റ് അഗസ്റ്റിൻ ഒരത്ഭുതത്തിൻ്റെ മനുഷ്യനായി മാറി, തിരുസഭയുടെ വലിയ മുതൽക്കൂട്ടായിട്ട് മാറി.
അതുകൊണ്ട് ഈ രാത്രിയിൽ നമ്മൾ ഓരോരുത്തരും തമ്പുരാനോട് പറയണം, എൻ്റെ ജീവിതത്തിൻ്റെ ആത്മീയ അന്ധതയിലേക്ക് മാറ്റത്തിൻ്റെ വലിയ കൃപ അഭിഷേകം സ്വർഗം തരട്ടെ. എബ്രായ ലേഖനം 3:12 പറയും, ജീവിക്കുന്ന ദൈവത്തിൽ നിന്നും നിങ്ങളിൽ ആരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടത്. ജീവിക്കുന്ന ദൈവത്തിൽ നിന്നും നിങ്ങളിൽ ആരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം കൊണ്ട് അകന്നു പോകരുത്. വിശ്വാസമില്ലാത്തതും ദുഷ്ടത കൊണ്ട് നിറഞ്ഞതുമായ വിശ്വാസം നഷ്ടപ്പെടുകയും ഒരുവൻ്റെ ജീവിതം ദുഷ്ടതയുടെ ജീവിതമായി മാറുകയും ചെയ്യും. അങ്ങനെയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരു ചെറുപ്പക്കാരൻ അപ്പനും അമ്മയും കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അവനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു പന്തികേടിൻ്റെ സൂചനകളൊക്കെ ഉണ്ട്. അവൻ്റെ ടോട്ടൽ ബോഡി ലാംഗ്വേജും വസ്ത്രവിധാനങ്ങളും അവൻ്റെ തലമുടിയും ഷെയ്പ്പും ഒക്കെ ആകപ്പാടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഡിഗ്രിക്ക് പഠിക്കുക. കൊണ്ടുവന്നിരിക്കുന്നത് സങ്കല്പിക്കാൻ കഴിയാത്ത വിധം മാതാപിതാക്കൾക്ക് അവനെ കൊണ്ട് പൊറുതിമുട്ടിയിട്ട. ഈ അപ്പനും അമ്മയും ഈ മകനെ കൊണ്ട് വന്നിട്ട് പറയാണ്, അച്ഛാ, അവൻ 8ാം ക്ലാസ്സിലും 9ലും ഒക്കെ പഠിക്കുമ്പനെ പള്ളിയിൽ പോയിരുന്നു, വിശുദ്ധ കുർബാനയിൽ കൂടിയിരുന്നു, അൾത്താർ ശുശ്രൂഷയായിരുന്നു. പിന്നീട് അവൻ്റെ ജീവിതത്തിൽ അവൻ കുടുംബ പ്രാർത്ഥനയിൽ കൂടാനായി, അവൻ ഞങ്ങൾ പറഞ്ഞ അനുസരിക്കാനായി. ഇപ്പോൾ അവൻ്റെ ജീവിതം അപകടകരമായി മാറി. അവൻ 6 മാസം മുമ്പ് ഞങ്ങളെ വല്ലാണ്ട് ഭീഷണിപ്പെടുത്തി. ഞങ്ങളുടെ ജീവന് പോലും ഭീഷണിയായപ്പം അമ്മ കഴുത്തേലെ താലിമാല ഊരി വിറ്റ് അവനൊരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് മേടിച്ചു കൊടുത്തു. നമുക്കറിയാം, നമ്മുടെ ചെറുപ്പക്കാർ ഇങ്ങനെ ഒരു യന്ത്രം, ഒരു വാഹനം കിട്ടിയാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല. അവൻ ഈ വാഹനം വളരെ ആഘോഷമായി ഉപയോഗിക്കാൻ തുടങ്ങി. അവൻ ആ വാഹനം നന്നാക്കാനും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ആവശ്യമുള്ള പൈസ ഇല്ലാണ്ടായപ്പം അവസാനം അവൻ അപ്പൻ്റെ അനുജൻ്റെ വീട്ടിൽ ഒരു 3-4 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞുണ്ട്. അവൻ്റെ കഴുത്തേന്ന് ഒരു മാല അടിച്ചു മാറ്റി. അമ്മ മാലയൂരി വണ്ടി വാങ്ങിക്കൊടുത്തത് കൊണ്ടാണോ എന്നറിയില്ല, അവന് മാലയോടൊരു വല്ലാത്ത ബന്ധം. ഈ മാലയടിച്ചു മാറ്റി അവനെ തൊണ്ടി സഹിതം പിടിച്ചു. ഇന്ന് അവൻ കുടുംബത്തിലെ ഒരു നോട്ടപ്പുള്ളിയായി മാറിയിരിക്കുകയാണ്. ഈ അപ്പനും അമ്മയും എന്നോട് പറഞ്ഞത് എങ്ങനെയാ, അച്ഛാ, അവനെ കാണുമ്പം ഞങ്ങൾക്ക് പേടിയാ. 18 വയസ്സ് പ്രായമുള്ള മകനെ കാണുമ്പം ഈ അപ്പനും അമ്മയും വിറക്കിയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ചെറുപ്പക്കാരനോട് വർത്തമാനം പറയാൻ വേണ്ടി ഒരുങ്ങുമ്പം ഇവനോട് പറഞ്ഞു, മോനെ, നീ ഇവിടെ പുറത്തിരുന്നു, ഞാൻ ഈ അപ്പനോടും അമ്മയോടും സംസാരിക്കട്ടെ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ അനുവാദമൊന്നും കൂടാതെ വാതിലൊക്കെ തുറന്ന് അകത്തേക്ക് വന്നിട്ട് പറഞ്ഞു, എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനോട് പറഞ്ഞു, മോനെ, നിന്നോട് തീർച്ചയായും ഞാൻ സംസാരിക്കും, നീ ഇപ്പം പുറത്തിറങ്ങി. ഇല്ല, എനിക്ക് ഇപ്പം പറയണം എന്ന് പറഞ്ഞു. പിന്നീട് അവൻ്റെ ധാഷ്ട്യങ്ങളും അവൻ്റെ കൃപയില്ലാത്ത ജീവിതത്തിൻ്റെ മുഴുവൻ അടയാളങ്ങളും കാണിച്ചപ്പം ഞാൻ അവനോട് പറഞ്ഞു, എന്നാ മോനും കൂടെ ഇരിക്കും. അവൻ ഇരിക്കെ തന്നെ അവൻ്റെ അപ്പനോടും അമ്മയോടും എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പം, ഇവൻ ജനിക്കും മുമ്പും ഇവൻ ഓർമ്മയുണ്ടാകും മുമ്പുമുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോഴും അതിനൊക്കെ ഇവൻ മറുപടി പറയാൻ തുടങ്ങി. അങ്ങനെ മുൻപോട്ട് പോകാൻ കഴിയാത്ത വിധം ആ സംസാരം നിർത്തേണ്ട ഗതികേട് വന്നിട്ട് ഞാൻ അവനോടിങ്ങനെ തെല്ല് ഭാരത്തോടു കൂടെ പറഞ്ഞു, എടാ, നീ ഇങ്ങനെ തുടങ്ങി എന്താ ചെയ്യുക? ഇങ്ങനെ പോയാൽ നിൻ്റെ കാര്യം എന്താവും? എൻ്റെ കാര്യം പോക്ക. വളരെ കൂളായിട്ടാണ് എൻ്റെ മറുപടി, എൻ്റെ കാര്യം പോക്ക. ഒരു ചോദ്യം കൂടെ ഞാൻ അവനോട് ചോദിച്ചു, മോനെ, നിന്നിലൂടെയാണ് നിൻ്റെ അപ്പനും അമ്മയും ജീവിതത്തിൽ വിജയിക്കേണ്ടതും അനുഗ്രഹിക്കേണ്ടതും എന്ന് ദൈവം തീരുമാനിച്ചിരിക്കുന്നുവെന്ന് കരുതുക. നിൻ്റെ കുടുംബത്തിൻ്റെ അടുത്ത തലമുറയുടെ ഭാവി എന്താവും? കട്ടപ്പുകയായിരിക്കും. ഉള്ള കാര്യം വളരെ ഡീസൻ്റായിട്ട് പറഞ്ഞു. സങ്കടത്തോടു കൂടിയിട്ട്, വേദനയോട് കൂടിയിട്ട്, നീ ഇങ്ങനെയൊക്കെ തുടങ്ങിയ എങ്ങനെ ശരിയാവുക എന്ന് പറഞ്ഞപ്പം അവനിൽ ആവസിച്ച പിശാച് ഒരു മറുപടി പറഞ്ഞു. അത് ആ സംവാദത്തെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്, എനിക്കച്ഛനെ വിശ്വാസമില്ലെന്ന് പറഞ്ഞു. എനിക്കച്ഛനെ വിശ്വാസമില്ലെന്ന് അവൻ പറഞ്ഞു. ഞാൻ ആദരവോടെ എഴുന്നേറ്റ് അവൻ്റെ നേരെ കൈകൂപ്പിയിട്ട്, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, എനിക്ക് നിന്നെയില്ല. അവൻ ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയത് എൻ്റെ മനസ്സിൽ നിന്നും വേദനിക്കുന്ന അനുഭവമായിട്ടുണ്ട്. അവൻ എന്നെ ഇങ്ങനെ ഈ ഗുണ്ടാ സംഘത്തിൽപ്പെട്ടവർ നോട്ട് വിട്ടിട്ട് പോണ പോലെ, താനിനി ആ നാട്ടിക്കടവ തൻ്റെ കൈയും കാലും വെട്ടും എന്നവൻ പറഞ്ഞോന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് ആ ചെറുപ്പക്കാരൻ ആ ആലയം വിട്ടിറങ്ങിപ്പോയത്. ആ പണിയെടുത്ത് തഴമ്പിച്ച കരങ്ങൾ ചേർത്ത് പിടിച്ചിട്ട് ഈ അപ്പനും അമ്മയും എന്നോട് ചങ്കുപൊട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ, മനസ്സുകൊണ്ടാണേലും ശപിച്ചേക്കല്ലേ, മനസ്സുകൊണ്ടാണേലും ശപിച്ചേക്കല്ലേ.
വിശ്വാസത്തിൻ്റെ വഴിയിൽ ഈ മാതാപിതാക്കൾ പടിപടിയായിട്ട് ഈ മകൻ്റെ ജീവിതം 8ാം ക്ലാസ് മുതൽ അകന്നു പോയപ്പം അവിടെ ആത്മീയതയുടെ നിക്ഷേപങ്ങളെ ചേർത്തു വയ്ക്കാനായിട്ട് അറിഞ്ഞോ അറിയാതെയോ അജ്ഞത കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ അഹങ്കാരം കൊണ്ടോ അവരബദ്ധം പിണഞ്ഞപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ആ മകൻ ഒരു പാഴ്വേലയായിട്ട് ഒരു പാഴ്സ്വപ്നമായിട്ട് നിൽക്കുകയാണ്. പിന്നീട് എന്തു സംഭവിച്ചു എന്നെനിക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മീയതയുടെ മേഖലകളെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നിറച്ചാൽ മാത്രമേ നിന്റെ ജീവിതം ഒരനുഗ്രഹത്തിൻ്റെ ജീവിതമാകും. അന്ധനായ ബർത്തിമേയുസ് പഠിപ്പിക്കുകയാണ്, ആത്മീയതയുടെ അന്ധതയെ വിശ്വാസത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ നിറവ് കൊണ്ട് നീ ഒന്ന് നിറച്ചു വെച്ചോ, നിന്റെ ജീവിതം വേണ്ട സമയത്ത് ദൈവം എടുത്തുപയോഗപ്പെടുത്തും. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഒരു 10ാം ക്ലാസ് +2 വരെയെങ്കിലും നിർബന്ധമായിട്ടും നിങ്ങളുടെ മക്കളെ വേദപാഠം പഠിപ്പിക്കാൻ സാധിക്കുന്ന എല്ലാ ദിവസവും പള്ളിയിൽ പറഞ്ഞു വിടാൻ, നിർബന്ധമായിട്ടും വീട്ടിൽ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനൊക്കെ നിങ്ങൾ നിഷ്ഠയോടുകൂടിയിട്ട് നിലപാടുകൾ എടുക്കണം. അങ്ങനെ ചെയ്താൽ അതൊരു നിക്ഷേപമായിട്ട് കിടക്കും. എപ്പോഴേലും വഴി തെറ്റിയാലും ദൈവത്തെ ഒന്ന് ചങ്ക് പൊട്ടി അപ്പനും അമ്മയും കൂടെ വിളിച്ച് പ്രാർത്ഥിച്ച സ്വർഗ്ഗം ഇറങ്ങി വന്ന ആ മകനെ ആ മകളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് അനുഗ്രഹിക്കും. അച്ഛൻ്റെ വിശ്വാസം. മൂന്നാമത്തെ ഒരു ചിന്ത ഈ വചനത്തോട് ചേർന്ന് നമ്മുടെ ഉള്ളിൽ പതിപ്പിക്കേണ്ടത്, ദൈവാനുഗ്രഹങ്ങളെ മറക്കരുത്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ മറക്കാൻ പാടില്ല. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണമറ്റതാണെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അക്കമിട്ടവയൊന്ന് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ വേഗത്തിൽ അത് മറന്നു പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ രാത്രിയുടെ യാമത്തിൽ ഓരോ വിശ്വാസിയും മനസ്സിൽ ജീവിതത്തിൽ കുറിക്കേണ്ടത്, 2020 ദൈവമേ എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞല്ലോ, ദൈവമേ നിനക്ക് നന്ദി. ഇനി 21 ഉള്ളത്, നോക്കാം. 2020 കോവിഡതിൻ്റെ താണ്ഡവമാടിക്കൊണ്ട് കടന്നു വന്നപ്പം നമ്മളൊക്കെ കരുതി വെച്ചു, നമ്മുടെ ലോക്ക്ഡൗൺ കൊണ്ടും നമ്മുടെ ബുദ്ധിപരമായ നീക്കങ്ങൾ കൊണ്ടും നമ്മൾ മാസ്ക് ഇട്ടും ഗ്യാപ്പിട്ടും സോപ്പിട്ടും ഒക്കെ പോയത് കൊണ്ട് കാര്യങ്ങളൊക്കെയായി എന്ന് നമ്മൾ കരുതിയപ്പം തമ്പുരാനെ 2021 നമ്മൾ തമ്പുരാനെ മറന്നു എന്നൊന്നും പറയാൻ എനിക്കാവില്ല. മറന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടായപ്പം ഇതാ സ്വർഗം നമ്മളോട് പറയാണ്, അല്ലയോ മകനെ, അല്ലയോ മകളെ, ചങ്ക് പൊട്ടി നീ തമ്പുരാൻ്റെ അനുഗ്രഹം ഏറ്റുപറ. ദൈവത്തിൻ്റെ കൃപകളെക്കുറിച്ച് നീ ഒന്ന് ഓർക്ക്. നീ നിന്റെ കണക്ക് പുസ്തകത്തെ ഒന്ന് മറിച്ചെടുത്തിട്ട് അതിനകത്ത് ദൈവം പ്രവർത്തിച്ച അസാമാന്യമായ അത്ഭുതകരമായ പ്രവർത്തികളെ ഒന്ന് ഓർമ്മിച്ചെടുത്തേ. പുൽപ്പള്ളിയിൽ ഒരു കൃപാലയം എന്ന് പറയുന്ന ബുദ്ധിമാന്യമുള്ള കുഞ്ഞുങ്ങളുടെ ഒരു വിദ്യാലയമുണ്ട്. അവിടെ ഇടയ്ക്ക് പോകുന്നൊരു പതിവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. സത്യത്തിൽ ജീവിതത്തിൽ നമ്മൾക്ക് എന്തുമാത്രം വിലയുണ്ട് എന്നറിയാൻ അതിലേക്കൊന്ന് വെറുതെ കയറി നടന്നാൽ മതി. ശരീരത്തിലെ ഓരോ അവയവത്തിനും ഒന്നും വേണ്ട, ഈ കൺപുരികത്തിന് പോലും കൺപീലിക്ക് പോലും ഇത്രമാത്രം സവിശേഷതയുണ്ട് എന്നൊക്കെ അറിയണമെങ്കിൽ അതിലെ വെറുതെ ഒന്ന് നടന്നാൽ മതി. അവിടെ ഒരു പാപ്പിക്കുട്ടനുണ്ട്. പാപ്പിക്കുട്ടൻ്റെ ശരീരത്തിൽ ഒരിടത്തും രോമമില്ല, മൊത്തം ഷേവ് ചെയ്തെൻ്റെ തല പോലെ ഇരിക്കണത്. പാപ്പിക്കുട്ടൻ്റെ കൺപുരികം ഒന്നുമില്ല. അമ്മ അവന് വരച്ചു കൊടുത്തൊരു കൺപുരികം മാത്രമേ ഉള്ളൂ. ആദ്യം അവനെ കാണുമ്പം ഉള്ളിൽ നമുക്ക് തെല്ല് ഭാരം ഉണ്ടാവും. തൊലി പൊളിച്ച ഒരു കുഞ്ഞിൻ്റെ ലുക്കാണ് അവന്. ശരീരത്തിന് മുഴുവനും ചെറിയ അസ്വസ്ഥതകളൊക്കെ തൊലിപ്പുറത്തൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ ഈ കുഞ്ഞുങ്ങളോട് കൂടെ ഇട്ട് കടന്നു പോകുമ്പം ഒരു നേരത്തെ ചോറൊന്ന് വാരിയുണ്ണാൻ കഴിയാത്തവർ, ഒരടി പോലും പരസഹായം കൂടാതെ വെക്കാൻ കഴിയാത്തവർ, ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ സ്വന്തമായിട്ട് കഴിവില്ലാത്തവർ, അങ്ങനെയുള്ള ജീവിതങ്ങൾക്ക് മുൻപിൽ നമ്മുടെ ജീവിതമെന്ന് വെച്ച് കഴിയുമ്പം നന്ദി ചൊല്ലി തീർക്കാൻ കഴിയാത്ത വിധമുള്ള ജീവിതമായി നമ്മുടെ ജീവിതം മാറും. പ്രിയപ്പെട്ടവരെ, അന്ധനായ ബർത്തിമേയുസ് നമ്മളോട് പറയുക, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ നീ മറക്കരുത്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ നീ മറക്കരുത്. സങ്കീർത്തനം 136:1 കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയണം. കർത്താവിന് നന്ദി പറയുവൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. വീണ്ടും 1 തെസ്സലോനിയർ 5:18 പറയും, എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കണം. എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കണം. അത് ജീവിതത്തിൻ്റെ ഒരു നിലപാടായിട്ട് മാറ്റണം. കൊളോസ്യസ് ലേഖനം 3:17 പറയും, നിങ്ങൾ വാക്കാലോ പ്രവർത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. നമ്മൾ പലപ്പോഴും ലോട്ടറിക്കാരുടെ നിലവാരത്തിലാണ് ജീവിക്കണേ. പട്ടി കടിക്കേണ്ടതായിരുന്നു
ഭാഗ്യം കൊണ്ട് കടിച്ചില്ല. വണ്ടി മുട്ടേണ്ടതായിരുന്നു, ഭാഗ്യം കൊണ്ട് മുട്ടിയില്ല. കോവിഡ് പിടിക്കേണ്ടതായിരുന്നു അച്ഛാ, ഓഫീസിൽ എല്ലാവർക്കും പിടിച്ചു, ഭാഗ്യം കൊണ്ട് എനിക്ക് പിടിച്ചില്ല. സംശയമുണ്ട് നമ്മുടെ പൂർവികർ വല്ല ലോട്ടറി കച്ചവടക്കാരായിരുന്നു എന്ന്. ഇന്ന് ഈ രാത്രിയുടെ യാമങ്ങളിൽ ഓരോ വിശ്വാസിയും തമ്പുരാനോട് പറയണം, ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി കൊണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ ജീവിതം 2020 അപകടം പണയാനായിട്ട് ദൈവം അനുവദിച്ചില്ല എന്ന് പറയണം. അങ്ങനെയാ പറയണ്ടേ? അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാനായിട്ട് ഈ രാത്രിയിൽ നീ തീരുമാനമെടുത്താൽ നിന്റെ ജീവിതത്തിൻ്റെ പഴയ പേജുകളെ വീണ്ടും ഒന്ന് മറിച്ചു വായിച്ചിട്ട് അവിടെയും ഇവിടെയുമൊക്കെ തമ്പുരാൻ്റെ പ്രവൃത്തികളെ ഒന്ന് ആത്മാർത്ഥമായിട്ട് കണ്ടെത്തിയിട്ട് ദൈവത്തോട് കൂപ്പുകരങ്ങളോടുകൂടെ ആദരവോടെ നന്ദിയോടെ, എൻ്റെ ദൈവമേ, നീ കൂടെ ഉണ്ടായിരുന്നതും നീ എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഗ്രഹങ്ങളുമായി ഒപ്പം നടന്നതുമൊക്കെ ഓർത്ത് നിനക്ക് നന്ദി പറയണു. വിഷയത്തിലായിരുന്നപ്പം ഗുരുവച്ചൻ പഠിപ്പിച്ച ഒരു ആത്മീയ വിചാരമുണ്ട്. വിശ്വാസികളുടെ ജീവിതത്തെക്കുറിച്ച് പഠിപ്പിച്ച കൂട്ടത്തിൽ ഗുരു പറഞ്ഞൊരു പ്രധാനപ്പെട്ട ചിന്ത എൻ്റെ മനസ്സിൽ നിന്നും തങ്ങി നിൽപ്പുണ്ട്. അതിങ്ങനെയാണ്: പെരും മഴ പെയ്യുമ്പം, തുള്ളിക്കൊരു കുടം പോലെ മഴ പെയ്യുമ്പം, കുടയൊന്നുമില്ലാതെ മഴത്തുള്ളികൾക്കിടയിൽ കൈ ഇങ്ങനെ പിടിച്ചിട്ട് മഴ നനയാതെ കൊണ്ടുപോകുന്ന ഒരു ദൈവം. എത്ര മനോഹരമാണെന്ന് ഓർമ്മിച്ചേ. തുള്ളിക്കൊരു കുടം പോലെ പെരുമഴ പെയ്യുമ്പം കുടയൊന്നുമില്ലാതെ മഴത്തുള്ളികൾക്കിടയിലൂടെ തൻ്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ കൈപിടിച്ച് തണലേകി കൊണ്ടുപോകുന്ന ദൈവം എന്ന് പറയണം. വിശുദ്ധ പൗലോസ് 1 കൊറിന്തോസ് 4:7 പറഞ്ഞില്ലേ, സ്വന്തമെന്ന് അവകാശപ്പെടാൻ നിനക്ക് എന്തള്ളേ, എല്ലാം ദാനമായിരിക്കെ എന്തിനാ അഹങ്കരിക്കണേ. ഇന്ന് ഈ രാത്രിയുടെ യാമങ്ങളിൽ തമ്പുരാനോട് പറയണം, എൻ്റെ പൊന്നു തമ്പുരാനെ, എൻ്റെ ജീവിതത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ അഹങ്കാരം കൊണ്ടും അജ്ഞത കൊണ്ടും അശ്രദ്ധ കൊണ്ടുമൊക്കെ, എൻ്റെ സ്വാർത്ഥത കൊണ്ടൊക്കെ, എൻ്റെ ഞാനെന്ന ഭാവം കൊണ്ട് ഞാൻ വരുത്തി വെച്ച ദൈവത്തിനിരിക്കേണ്ട 1-ാം സ്ഥാനവും ദൈവത്തിനു കൽപ്പിച്ചരുളിയ സ്ഥാനങ്ങളുമൊക്കെ നഷ്ടപ്പെടുത്തിയ ജീവിതത്തിൽ ആ മേഖലകളെ മുഴുവനും ഒരൊറ്റ വിളി കൊണ്ട് നികത്താൻ ദൈവത്തോട് ചങ്കുപൊട്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവാനുഗ്രഹം കിട്ടാതിരിക്കാൻ 3 കാരണങ്ങൾ മനസ്സിൽ കുറിച്ചോണം. 1-ാമത്തെ കാരണം, ദൈവാനുഗ്രഹം കിട്ടാതിരുന്നാൽ നമ്മുടെ ജീവിതം സംഭവിക്കുന്ന അപകടം, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് ചേർന്ന വിധം നമ്മൾ ജീവിക്കാതിരുന്നാൽ നമ്മൾ നന്ദിയില്ലാത്തവരാകും. ദൈവമാണ് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം തന്നത് എന്നുള്ള അവബോധത്തോടു കൂടെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പം നമ്മൾ നന്ദിയുള്ളവരായിട്ട് മാറും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മക്കളെയൊക്കെ എല്ലാ മാതാപിതാക്കളും ഈ വൈകല്യമുള്ള കുഞ്ഞുങ്ങളോട് കൂടെ അങ്ങനെയുള്ള ഇടങ്ങളിലേക്കൊക്കെ അവധിക്കാലത്തൊക്കെ കൂട്ടിക്കൊണ്ടു പോകണം. കോവിഡ് കാലത്ത് വേണമെന്നില്ല, അത് കഴിയുമ്പം. നമ്മളൊക്കെ എന്തുമാത്രം ഭാഗ്യപ്പെട്ടവരും അനുഗ്രഹമുള്ളവരുമാണെന്ന് അറിയാൻ പറ്റും. ഞാൻ എറണാകുളത്തൊരു ധ്യാനത്തിന് പോയപ്പോൾ പാടാൻ വന്നിരിക്കുന്ന ജൻസൺ എന്ന് പറയുന്ന ഒരു പയ്യൻ, അവനൊക്കെ സങ്കടം വരും നമുക്ക് അവൻ്റെ ജീവിതം കണ്ടാൽ. ഒരുപാട് സഹനാനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു പയ്യൻ. എന്നിട്ടും തമ്പുരാന് വേണ്ടിയിട്ട് പാടാനും ശുശ്രൂഷയിലായിരിക്കാനും ആത്മാർത്ഥമായി ശ്രമിക്കുന്നു. ഓടി വണ്ടിയെ കയറാൻ കഴിവുള്ള നമ്മൾ, എന്ത് കാര്യവും സ്വന്തം കഴിവിൽ ചെയ്യാൻ, ദൈവത്തിൻ്റെ കൃപയോട് ചേർന്ന് ചെയ്യാൻ കഴിവുള്ള നമ്മൾ എന്തേ ദൈവത്തെ മറന്ന് ജീവിച്ചത്? അതുകൊണ്ട് ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ മറക്കാതിരിക്കണമെങ്കിൽ നാം ആദ്യം നന്ദിയുടെ ഭാവത്തെ ജീവിതത്തിൽ സ്വന്തമാക്കണം. സങ്കീർത്തനം 116:12 പറയും, കർത്താവ് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും. ഈ വചനം ഹൃദയത്തിൽ അങ്ങ് പതിപ്പിച്ചോണം. കർത്താവ് ചൊരിഞ്ഞ അനുഗ്രഹത്തിന് ഞാൻ എന്തു പകരം കൊടുക്കും? ജീവിതം മുഴുവനും കൊടുത്താലും ഒന്നും ആവില്ല. 2-ാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹത്തെ ഓർത്ത് കഴിയുമ്പം നമ്മുടെ ഉള്ളിൽ എളിമയുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സംഭവം എന്നൊക്കെ വിചാരിക്കും. ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ, ഇട്ടുമൂടാനായിട്ട് സമ്പത്തുള്ളവൻ്റെ ജീവിതത്തെ പോലും ഇപ്പം ഈ കാലഘട്ടം നന്നായി പഠിപ്പിച്ചു. എത്ര വലിയവൻ്റെ ജീവിതം പോലും, എത്ര സമ്പന്നൻ്റെ ജീവിതം പോലും, എന്തുമാത്രം സൗകര്യങ്ങളുള്ളവൻ്റെ ജീവിതം പോലും, ഉള്ളവരുടെ ജീവിതം പോലും ഒരു നിമിഷം കൊണ്ടില്ലാതാകാൻ തക്ക വിധം ഈ കോവിഡ് നമ്മുടെ ചുറ്റുപാടുകളെയും നമ്മയും ഭീതിപ്പെടുത്തുമ്പം, ഭാരപ്പെടുത്തുമ്പം നമ്പരാൻ പറയും, എൻ്റെ പ്രിയപ്പെട്ടവരെ നീ ഓർമ്മിക്കണം, ദൈവത്തിൻ്റെ മുമ്പിൽ താഴ്മയോടെ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ. 3-ാമത്തെ ഒരു കാര്യം, നിൻ്റെ ക്യാമറ ദൈവത്തിലേക്കൊന്ന് നീ ഫോക്കസ് ചെയ്യണം.
ദൈവാനുഗ്രഹം മറക്കാതിരിക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊന്നും പോരാ. പള്ളിയിൽ പോകാനും ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ആത്മീയതയിൽ വളരാനും. ഞാൻ ചെറുപ്പക്കാരൊക്കെ വീട്ടിൽ നിന്ന് മാറി ഹോസ്റ്റലിലൊക്കെ നിൽക്കാൻ പോകുമ്പോൾ അവരോട് പറയും, അടിസ്ഥാനപരമായ ആത്മീയതയിൽ കുറവ് വരുത്താതെ സൂക്ഷിക്കണം. ഈ വാക്ക പറയാം, അടിസ്ഥാനപരമായ ആത്മീയതയിൽ കുറവ് വരുത്താതെ സൂക്ഷിക്കണം. ചിലരിങ്ങനെ നോക്കും, എന്താണപ്പാ ഈ അടിസ്ഥാനപരമായ ആത്മീയത? ഞാൻ അവനോട് പറയും, അടിസ്ഥാന ആവശ്യങ്ങൾ നിനക്കറിയാലോ. ഭക്ഷണം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം. ശരീരത്തിൻ്റെ അടിസ്ഥാനപരമായ ആവശ്യം വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം ഇവ മൂന്നുമാണെങ്കിൽ ശരീരത്തെപ്പോലും ജീവനുള്ളതായി നിലനിർത്താൻ ആവശ്യകമായ ആത്മാവ് പോയ ശരീരം ഡെഡ് ബോഡി, ശവം. ശരീരത്തിന് ജീവൻ പ്രദാനം ചെയ്യാനായിട്ട് ദൈവം തീരുമാനിച്ച് ഈ ഭൂമിയിൽ അനുവദിച്ചു കൊടുത്ത പേടകം, അതാണ് ആത്മാവ്. ആത്മാവിന് വസിക്കാൻ വേണ്ടിയിട്ട് ദൈവം ഈ ഭൂമിയിൽ അനുവദിച്ച പേടകമാണ് ശരീരം. അപ്പം ഈ ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെട്ട് കഴിയുമ്പം ശരീരം ശവമായി മാറുമെങ്കിൽ ശരീരത്തിൻ്റെ ജീവൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുന്നത് ആത്മാവിലാണ്. അപ്പം ശരീരത്തിന് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് വസ്ത്രം വേണം, ഭക്ഷണം വേണം, പാർപ്പിടം വേണം. അപ്പോൾ ആത്മാവിന് അതിനേക്കാളും കൂടുതൽ വേണം. കൂടുതലൊന്നും പറ്റിയില്ലെങ്കിലും അത്രയെങ്കിലും കൊടുക്കണം. അതുകൊണ്ട് ചെറുപ്പക്കാരോടൊക്കെ ഞാൻ പറയും, ഞായറാഴ്ചയെങ്കിലും വിശുദ്ധ കുർബാനയിൽ നിർബന്ധമായും പങ്കെടുക്കണം. 20 മിനിറ്റ് ദൈർഘ്യത്തിൽ എങ്കിലും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ഒരു 5 മിനിറ്റെങ്കിലും വചനം വായിക്കാൻ നിങ്ങൾ തീരുമാനിക്കണം. ഈ അടിസ്ഥാനപരമായ ആത്മീയതയുടെ വഴി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എടുത്താൽ ആ വ്യക്തിയുടെ ജീവിതത്തെ ദൈവം അങ്ങ് ഏറ്റെടുക്കാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാത്രിയുടെ യാമത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ നന്ദിയോടുകൂടെ ഇട്ട് വ്യാപരിക്കാൻ ആത്മാർത്ഥമായിട്ട് തീരുമാനമെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. 4-മത്തെ ഒരു കാര്യം അന്ധനായ ബർത്തിമേയോസ് പഠിപ്പിക്കേണ്ടത്, കഴിവല്ല, എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. കഴിവല്ല, എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. വീണ്ടും വീണ്ടും ഈ കാലം നമ്മളോട് പറയാണ്, നിന്റെ കഴിവും നിന്റെ കണക്കുകൂട്ടലുകളും ശാസ്ത്രവും സാങ്കേതിക സംവിധാനങ്ങളുമൊക്കെ ഇത്രമാത്രം വാനോളം വികസിച്ചിട്ടും ചൊവ്വയിൽ ഇറങ്ങാൻ പറ്റിക്കൊണ്ടിരിക്കുക, അവിടെ ഹെലികോപ്റ്റർ പറപ്പിച്ചിട്ടിരിക്കുക, പക്ഷേ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റണില്ല. നോക്കിക്കേ, മനുഷ്യൻ അവൻ്റെ മുഴുവൻ സംവിധാനങ്ങളെയും അവൻ്റെ ടെക്നോളജികളെയും ഉപയോഗപ്പെടുത്തിയിട്ട് പോലും ഇതുപോലൊരു മഹാദുരന്തത്തെ കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ട് നാണം കെട്ട് നിൽക്കുമ്പം തമ്പുരാൻ ഈ രാത്രിയിൽ വിളിച്ചു പറയാണ്, ദൈവത്തിൻ്റെ കൃപയിലേക്ക് നിൻ്റെ ജീവിതത്തെ ഒന്ന് ചേർത്തേ, ദൈവത്തിൻ്റെ കൃപയിലേക്ക് നിൻ്റെ ജീവിതത്തെ ഒന്ന് ചേർത്തേ. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1:14 പറയും, യേശുക്രിസ്തുവിന്റെ ജന്മത്തോട് ബന്ധപ്പെടുത്തി പറയും, കൃപയും സത്യവും നിറഞ്ഞ യേശുക്രിസ്തു ഏകജാതൻ. കൃപയും സത്യവും നിറഞ്ഞവനായ യേശുക്രിസ്തുവിനോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ ഒന്ന് ചേർത്ത് വെച്ചേ. വീണ്ടും യോഹന്നാൻ 1:14 പറയും, കൃപയ്ക്കുമേൽ കൃപ നൽകാൻ കഴിയുന്നവനോട് ജീവിതത്തെ ചേർത്ത് വെച്ചേ. തമ്പുരാനെ ഒന്ന് മുറുകെ പിടിച്ച് ചങ്കുപൊട്ടി തമ്പുരാനോടൊന്ന് ചേർന്ന് നിന്നേ. വീണ്ടും 2 കൊറിന്തോസ് 12:9 പറയും, പൗലോസിനോട് പറയാണ്, മുള്ളുമാറ്റാൻ പറഞ്ഞപ്പം നിനക്കെൻ്റെ കൃപ മതി, ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാവുക. ഈ കാലം നമ്മളോട് പറയും, ഈ രാത്രി നമ്മളോട് പറയും, നിൻ്റെ കഴിവിലല്ല നീ ആശ്രയിക്കേണ്ടത്, ദൈവത്തിൻ്റെ കൃപയിലൊന്ന് ആശ്രയിച്ചേ. കഴിഞ്ഞ കോവിഡിൻ്റെ ആദ്യ തരംഗത്തിൽ UK ധ്യാനത്തിന് പോയി, അവിടെ തിരിച്ചു വരാൻ പറ്റാതായി. എന്തായാലും അവിടെ ഒരു പ്രയർ ഗ്രൂപ്പിനോട് ചേർന്ന് 50 ദിവസം പന്തക്കുസ്തായ്ക്ക് വേണ്ടി ഒരുങ്ങുകയായിരുന്നു. ഈ പന്തക്കുസ്തായ്ക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം 10-20 കുടുംബങ്ങൾ സൂമിലൂടെ ഒരുമിച്ചിരുന്ന് വചനം കേട്ട് കൊന്ത ചൊല്ലി, കരുണക്കൊന്ത ചൊല്ലി വലിയ അനുഗ്രഹത്തോടുകൂടെ പ്രാർത്ഥിച്ചു. അവർ ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പന്തക്കുസ്ത കഴിഞ്ഞപ്പം വലിയ അനുഗ്രഹത്തോടുകൂടെ സാക്ഷ്യപ്പെടുത്തിയ ഒരു കാര്യം, അച്ഛാ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത 10, 18, 20 കുടുംബങ്ങളിൽ ഒരു കുടുംബത്തിൽ പോലും കോവിഡ് എന്ന മഹാമാരിയുടെ ആക്രമണം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. 24 മണിക്കൂറും കോവിഡ് പേഷ്യൻസിൻ്റെ കൂടെ ദിവസം മുഴുവനും ചെലവഴിച്ച ഒരുപാട് നഴ്സുമാരുള്ള നമ്മുടെ മലയാളികൾക്കിടയിൽ ഈ പ്രാർത്ഥിച്ച കുടുംബങ്ങളിൽ കോവിഡ് വരാതെ ദൈവം അവരെ കാത്തു. ഇതാണ് കൃപയുടെ പ്രത്യേകത. ഇതാണ് കൃപയുടെ പ്രത്യേകത. കൃപയെക്കുറിച്ച് ആത്മീയ പിതാക്കന്മാർ പറയുന്നത്,
ഓരോ വിശ്വാസിയുടെ ജീവിതത്തിലും സ്വാഭാവികവും ഭൗതികവുമായ വാസനകൾക്കും താല്പര്യങ്ങൾക്കും ഉപരിയായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും സംസാരിക്കാനും സഹായിക്കുന്നതാണ് കൃപ. നമ്മുടെ സ്വാഭാവികമായ ചിന്ത, പ്രവൃത്തി, നിലപാട് ഇവയിൽ നിന്നും വ്യത്യാസപ്പെട്ട രീതിയിലേക്ക് ചിന്തിക്കാൻ, പ്രവർത്തിക്കാൻ, നിലപാടെടുക്കാൻ നമുക്ക് സഹായം നൽകുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ നീർച്ചാലിൻ്റെ പേരാണ് കൃപ. അമ്മയിലുണ്ടായിരുന്നത് ഈ കൃപയാണെന്ന് ഓർത്തോണം. കൃപയുള്ള ആളുകളെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഈ രാത്രിയുടെ യാമങ്ങളിൽ തമ്പുരാനോട് ചോദിക്കണം, ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ജീവിതം കൃപയുള്ള ജീവിതമാണോ, എൻ്റെ ജീവിതത്തിൽ കൃപയുണ്ടോ എന്നറിയണമെങ്കിൽ 4 കൃപയോട് ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ കൂടെ മനസ്സിൽ കുറിച്ചോണം. ഒന്നാമത്തെ ലക്ഷണം, സ്നാപക യോഹന്നാനെ പോലെ മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളിൽ കൃപയുണ്ട്. കൃപയുണ്ടോ എന്ന് പരിശോധിച്ച് കടന്നു പോകുമ്പോൾ ആദ്യം ചോദിക്കണം, സ്നാപകനെ പോലെ മറ്റുള്ളവരെ, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ ശ്രേഷ്ഠനാണ് എന്ന് ഏറ്റുപറയാനായിട്ടു തക്ക വിധമുള്ള നിലപാടിൻ്റെ നിഷ്ഠയുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെയാ? കൃപയുള്ള ജീവിതമാണ്. വീണ്ടും രണ്ടാമത്തെ കാര്യം, കുറവ് തനിക്കാണെന്നും താനാണ് തിരുത്തേണ്ടതെന്നും ഏറ്റുപറയാൻ പറ്റുന്നുണ്ടെങ്കിൽ കൃപയുണ്ട്. തന്നിലാണ് കുറവെന്ന് എന്നും തൻ്റെ വീഴ്ച കൊണ്ടാണത് സംഭവിച്ചത് എന്നും ഏറ്റുപറയാനായിട്ട് നമുക്കാവുമ്പം നമ്മൾ എവിടെയാ? നമ്മൾ കൃപയിലാണ്. അബ്ദുൽ കലാം, നമ്മുടെ മുൻ രാഷ്ട്രപതി, അദ്ദേഹം സ്പേസിനോട് ബന്ധപ്പെട്ട് ശാസ്ത്രലോകത്തോട് ചേർന്ന് ജോലി ചെയ്ത കാലത്ത് വലിയ ബഹിരാകാശത്തേക്ക് വലിയ വിജയകരമായ വിക്ഷേപണങ്ങളൊക്കെ കഴിയുമ്പം ആശംസകളുമായിട്ട് ആളുകൾ വരുമ്പം താഴ്മയോടെ പറഞ്ഞിരുന്നൊരു മറുപടിയുണ്ട്, ഞാനല്ല, എൻ്റെ ഈ കൂട്ട്, എൻ്റെ ഈ സമൂഹം, ഈ കമ്മ്യൂണിറ്റി ഒരുമിച്ചാണ് ഞങ്ങൾ ഈ വലിയ അനുഗ്രഹത്തെ നേടിയെടുത്തത്. പരാജയപ്പെട്ടതിൻ്റെ നൊമ്പരം പങ്കുവെക്കാനായിട്ട് കടന്നു വരുമ്പം അതിൻ്റെ മുഴുവൻ ഉത്തരവാദിയും താനാണെന്ന് പറഞ്ഞ് അതിനെ താഴ്മയോടെ സ്വീകരിക്കുന്ന അബ്ദുൽ കലാം എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അഭിമാനമായിരുന്ന പഴയ രാഷ്ട്രപതി. ഓർത്ത് നോക്കിക്കേ, കുറവുകളുണ്ടാകുമ്പം അത് മറ്റൊരാളുടെ അവകാശമാണ് എന്നും അയാൾ അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയെന്നും പറയാത്ത വിധം ജീവിതത്തിൽ നിനക്ക് സാധ്യമാകുന്നുണ്ട് എങ്കിൽ നിൻ്റെ ജീവിതം കൃപയിലാണെന്ന് ഓർമ്മിക്കാം. മൂന്നാമത്തേത്, ക്ഷമിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കൃപയുണ്ട്, ഇല്ലെങ്കിൽ കൃപയില്ല. ഈ രാത്രിയിൽ ഓരോരുത്തരും ചോദിക്കണം, എനിക്കെൻ്റെ ജീവിതത്തിൽ എന്നെ മുറിവേൽപ്പിച്ച ഏതു വ്യക്തിയുമായിക്കൊള്ളട്ടെ, അവരെന്തു കാരണത്തിൻ്റെ പേരിലാണെങ്കിലും എന്നെ മുറിവേൽപ്പിച്ച വ്യക്തികളോട് ക്ഷമിക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ എന്നിൽ എന്തുണ്ട്? കൃപയുണ്ട്. നാലാമത്തെ അവസാനത്തെ കാര്യം, സഭയോട് ചേർന്ന് നിന്നാൽ കൃപയുടെ സൂചനയാണ്. സഭയോട് ചേർന്ന്, സഭയുടെ പഠനങ്ങളോട് ചേർന്ന്, കൂദാശകളോട് ചേർന്ന് ഒരു വിശ്വാസി ജീവിതത്തിൽ നിലപാടുകൾ എടുക്കുമ്പം ആ വിശ്വാസിയുടെ വ്യക്തിയുടെ ജീവിതം എങ്ങനെയാണ്? കൃപയിലാണ്. അതുകൊണ്ട് അന്ധനായ ബർത്തമയോസ് എന്നോടും നിങ്ങളോടും ഈ രാത്രിയിൽ പറയാണ്, ദൈവത്തിൻ്റെ കൃപ നിറയാൻ ഉതകുന്ന വിധം നമ്മുടെ വാക്കിൽ, ചിന്തയിൽ, പ്രവൃത്തിയിൽ, മനോഭാവത്തിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അഞ്ചാമത്തെ കാര്യം, നിലവിളിച്ച് ബർത്തമയോസ് പ്രാർത്ഥിക്കുന്നുണ്ട്. ആളുകളൊക്കെ തടഞ്ഞപ്പോഴും നിലവിളിയുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ മുമ്പിലേക്ക് എത്തിക്കുന്ന അന്ധനായ ബർത്തമയോസിൻ്റെ ജീവിതം നമ്മളോട് പറയാണ്. പ്രത്യേകിച്ചും ഈ രാത്രിയിൽ പറയാണ്, ചങ്ക് പൊട്ടി തമ്പുരാനെ വിളിക്കണേ, ചങ്ക് പൊട്ടി തമ്പുരാനെ വിളിക്കണേ. 2018 പ്രളയകാലത്ത് ഞാൻ നിലമ്പൂരടുത്തൊരു പള്ളിയിലായിരുന്നു. അവിടുത്തെ അച്ഛന് പകരം 2 മാസം സഹായിക്കാൻ വേണ്ടി പോയതാണ്. ആ സമയത്താണ് അവിടെ ഇടവകാതിർത്തിയിലുമൊക്കെ വെള്ളം കയറുകയും വലിയ ദുരന്തം ഉണ്ടാവുകയൊക്കെ ചെയ്തത്. ഞാൻ ഇന്നും ഓർത്തിരിപ്പുണ്ട്. ഈ ദുരന്തത്തിന് ശേഷം 2018 ഓഗസ്റ്റ് മാസം 17-ാം തീയതി വെള്ളിയാഴ്ച കേരള സഭയിലും ലോകമെമ്പാടുമുള്ള മലയാളികൾ മുഴുവനും സഭയുടെ നിർദ്ദേശപ്രകാരം ദേവാലയങ്ങളിൽ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് മണിക്കൂറുകൾ നീണ്ട് ദൈവത്തിന് മുമ്പിൽ ചങ്ക് പൊട്ടി അങ്ങ് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായി അടയാളങ്ങളിലൂടെ ദൈവം അത് സ്ഥിരീകരിച്ചു. സ്വർഗത്തിൽ നിന്നും ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് ആകാശവിധാനങ്ങളെ അടച്ചു, മഴയങ്ങ് നിന്നു, പ്രളയം അവസാനിച്ചു. ഞാൻ അവിടെയുള്ള ആളുകളോട് പറഞ്ഞു, അത് കഴിഞ്ഞ് പിന്നീട് മഴ പെയ്യാണ്ടായപ്പോൾ അവരെന്നോട് പറഞ്ഞു, അച്ഛാ, ഒടുക്കത്തെ പ്രാർത്ഥന പ്രാർത്ഥിച്ച് അടച്ചതല്ലേ, തുറക്കാനും കൂടെ കൂടണേ എന്ന് പറഞ്ഞ്. സത്യ
ഞാൻ ഇന്ന് ഓർത്തിരിക്കുന്നുണ്ട്, 7 മണിക്കൂർ ആ ഇടവക ദേവാലയത്തിൽ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ഒരൊറ്റ മനുഷ്യൻ പോലും ഇറങ്ങിപ്പോകാത്ത വിധം ഇങ്ങനെ ഇടതടവില്ലാതെ തമ്പുരാന്റെ സന്നദ്ധിയിലേക്ക്, പ്രത്യേകിച്ചും പ്രളയ ദുരിത ബാധിതരായവരോടും അവരോട് ബന്ധപ്പെട്ട് സങ്കടം അനുഭവിക്കുന്നവരോടും ചേർന്ന് അവർക്ക് വേണ്ടി ത്യാഗത്തിൻ്റെ വഴിയിൽ അധ്വാനത്തിൻ്റെ പങ്കുവെക്കലിൻ്റെ നിലപാടെടുത്തവരോട് ചേർന്ന് അങ്ങ് പ്രാർത്ഥിച്ചപ്പം ഒരുപക്ഷെ മലയാളത്തിൽ സ്വർഗത്തിലേക്ക് ഏറ്റവും പവർഫുള്ളായിട്ട് പ്രാർത്ഥന എത്തിയ ഒരു ദിവസമാണെന്ന് ഞാൻ വിചാരിക്കണേ. ആ ജാതി പ്രാർത്ഥന അന്ന് കഴുത്തപ്പം വെള്ളം കയറിയപ്പം എല്ലാവരും പ്രാർത്ഥിച്ചു. 2ാം നിലയിലും ഓടി കാറും ഒക്കെ ഉള്ളവരും ഒക്കെ വിചാരിച്ചു ഇതൊന്നും കുഴപ്പമുണ്ടാവില്ല എന്ന്. അവസാനം ഗുണപ്പെട്ടത് ബോട്ടും വള്ളവും മാത്രമാണ്. ഞാൻ പറഞ്ഞു വന്ന കാര്യം, ദൈവത്തിന് മുമ്പിലേക്ക് ഒരു വിശ്വാസിയുടെ നിലവിളിയുടെ പ്രാർത്ഥനകൾ എത്തുമ്പം സ്വർഗം തുറക്കാതിരിക്കില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനം 34:17-18 പറയും, നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു, അവരെ സകല കഷ്ടതയിൽ നിന്നും അവിടുന്ന് രക്ഷിക്കുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ആദ്യം പറഞ്ഞതുപോലെ ദൈവത്തിന് സ്വീകാര്യമായിട്ടുള്ള നിലപാടുകളെടുത്ത് നീതിമാന്റെ ലേബലുള്ള വ്യക്തികൾ ചങ്ക് പൊട്ടി തമ്പുരാനോട് പ്രാർത്ഥിച്ചാൽ ഈ രാത്രിയിൽ കോവിഡ് എന്ന മഹാമാരിയുടെ താണ്ഡവം അവസാനിക്കാൻ തക്ക വിധമുള്ള സ്വർഗത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹന്നായുടെ പ്രാർത്ഥന സാമുവേൽ പ്രവചനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കുകയാണ്. മദ്യവെച്ച് വന്നതുപോലെയൊക്കെ തോന്നാൻ തക്ക വിധം എന്ന് വെച്ചാൽ സമനില തെറ്റിയവളെ പോലെ പ്രാർത്ഥിക്കുക ദൈവത്തിന് മുമ്പിൽ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല. നിലവിളി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അങ്ങനെയാണ്. നിലവിട്ടവൻ്റെ വിളിയാണ് നിലവിളി. 2ാം നിലയിൽ നിന്ന് നില തെറ്റി ഇങ്ങ് താഴോട്ട് പോരുമ്പം എങ്ങനെയാണ് വിളിക്കുക? ചങ്കുപൊട്ടി വിളിക്കും. വളരെ ഈസി ആയിട്ട് വിളിക്കുമോ? മറിയക്കുട്ടിയെ എന്നൊക്കെ വിളിക്കും? ഇല്ല, ഒട്ടുക്കത്തെ വിളിയായിരിക്കും. അതാണ് നിലവിട്ടവൻ്റെ വിളിയാണ് നിലവിളി. ചങ്ക് പൊട്ടി വിളിക്കുക, ചങ്ക് പൊട്ടി വിളിക്കുക. ഇപ്പം ഉത്തരേന്ത്യയിലൊക്കെ രോഗികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയില്ലാതെ വരുമ്പം നമ്മുടെ സിസ്റ്റേഴ്സൊക്കെ നടത്തുന്ന ആശുപത്രിയുടെ ഗേറ്റൊക്കെ ആൾക്കാർ ചവിട്ടി അങ്ങ് പൊളിക്കുകയാണ്. എന്നിട്ട് വലിച്ചിറക്കുന്ന വിധം അവിടെയുള്ള സിസ്റ്റേഴ്സൊക്കെ പറയുന്ന അനുഭവങ്ങളാണ്. എന്ന് വെച്ചാൽ എവിടെ പോയി ഒളിച്ചാലും ഡോക്ടറെ പൊക്കിക്കൊണ്ടുവരുന്ന അവസ്ഥയിലോട്ട്, ജീവന് പോലും ഭീഷണിയാകുന്ന വിധം രോഗികളെ കൊണ്ട് ആളുകൾ വന്നിട്ട്, നമ്മൾ പറയില്ലേ കഴുത്തിന് കുത്തിപ്പിടിച്ച് ചികിത്സിപ്പിക്കുക എന്ന് പറയില്ലേ, അത്തരം അവസ്ഥകളും അനുഭവങ്ങളും ഉണ്ടാകുമ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതം ഇങ്ങനെ ഈ നിലയില്ലാ കയത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങുമ്പം നമ്മളിങ്ങനെ ആലോചിച്ച് നിൽക്കരുത്. 1-ാം നിലയിലല്ലേ വെള്ളം കയറിയുള്ളൂ, എന്നാൽ 2ാം നിലയിലോട്ട് കയറിയേക്കാം. അങ്ങനെയല്ല. 2018 പ്രളയത്തിൽ കാലടിയെടുത്തൊരു പള്ളിയിൽ 2ാം നില സങ്കീർത്തിയുടെ പള്ളിമുറിയുടെ പാരിഷ് ഹോളിൻ്റെ 2ാം നിലയിൽ 2000 പേരായിരുന്നു. വികാരിയച്ഛനും 4 സിസ്റ്റേഴ്സും പിന്നെ ജനിച്ച് 3 ദിവസമായ കൊച്ചു മുതൽ 84 വയസ്സുള്ള ഒരു അമ്മച്ചി വരെ. എൻ്റെ അങ്കിളിൻ്റെ മകളും കന്യാസ്ത്രീയും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞൊരു രസകരമായൊരു കാര്യമുണ്ട്. സകല പ്രാർത്ഥനകളും മറന്നുപോയി. സകല പ്രാർത്ഥനയും മറന്നുപോയി. നന്മ നിറഞ്ഞ മറിയം പോലും ചെല്ലുമ്പം അത് പകുതിക്ക് വെച്ച് വേറെ പ്രാർത്ഥനയായിട്ട് പോകും. നന്നായിട്ട് പേടിച്ചാൽ പിന്നെ നന്മ നിറഞ്ഞ മറിയം പോലും മറന്നുപോകും. അവസാനം അവിടെ എല്ലാവർക്കും ഓർമ്മയുള്ള ഒരൊറ്റ പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ. അതാണ് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. ഈശോ മറിയം യോസേപ്പേ, എൻ്റെ ആത്മാവിന് കൂട്ടായിരിക്കണേ. ഇതിന് അച്ഛനത് പറഞ്ഞെന്നറിയാമോ? ജീവിതം ഇത്തരം അനുഭവത്തിലൂടെ കടന്നു പോകുമ്പം തമ്പുരാനോട് ചങ്കുപൊട്ടി പ്രാർത്ഥിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയണം. ഒരു വിശ്വാസിക്ക് കഴിയൂ. വിശ്വാസി, നീ ആദ്യം ചെയ്യേണ്ട കാര്യം, നീ നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ കുടുംബത്തിൽ ഈ വിശ്വാസത്തിൻ്റെ ജ്വാല ഉള്ളിൽ പേറിയിട്ട്, ലൂയി ഡി മോൺഫോർട്ട് പുണ്യവാൻ പറയും, വിശ്വാസത്തോടു കൂടിയിട്ട് ഒരാൾ ഉറക്കെ പ്രാർത്ഥിക്കുമ്പോൾ അടുത്തുള്ള ആളിലേക്ക് ആത്മീയത പകരാനായിട്ട് ഇടവരും. വിശ്വാസത്തോടു കൂടിയിട്ട് ഒരാൾ നിൻ്റെ അരികിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പം കരിക്കട്ടയ്ക്കരികിൽ തീക്കട്ടയിരിക്കുന്നത് പോലെ ഈ തീക്കട്ടയിൽ നിന്നും ആ കരിക്കട്ടയിലേക്ക് ജീവൻ്റെ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ജ്വലിക്കുന്ന ചൈതന്യം പകരും.
അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓൺലൈനിലൂടെയാണെങ്കിലും ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലുമൊക്കെ സാധിക്കുന്നത്രയും ആളുകൾ വലിയ സ്നേഹത്തോടു കൂടിയിട്ട്, വലിയ ദാഹത്തോടു കൂടിയിട്ട് ഒരേ സ്വരത്തിൽ ഒരുമിച്ച് ദൈവത്തെ ചങ്കുപൊട്ടി വിളിച്ചാൽ സ്വർഗം തുറക്കും, അത്ഭുതകരമായിട്ട് ഇറങ്ങി വരും. ഈ മഹാമാരിയെ ദൈവം ഒറ്റ നിമിഷം കൊണ്ട് അതിനെ തടുക്കാനായിട്ടിടവരും. അതിന് അടിസ്ഥാനപരമായിട്ട് എൻ്റെ ഉള്ളിൽ നിന്നും വിശ്വാസത്തിൻ്റെ ജ്വാല എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ പങ്കാളിയിലേക്ക്, എൻ്റെ മക്കളിലേക്ക് പകരാനായിട്ട് ഇടയാവണം. റോമാലേഖനം 8:26 പറയും, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ, എന്നാൽ അവാജ്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മളൊന്ന് തീരുമാനിച്ചാൽ മതി, നമ്മളൊന്ന് ആഗ്രഹിച്ചാൽ മതി. ഒരു ചുവടി ആഗ്രഹത്തോടു കൂടെയിട്ട് ഒന്ന് എടുത്തു വെച്ചേ, ഒരു ചുവടി താല്പര്യത്തോടു കൂടെ തമ്പുരാൻ്റെ അരികിലേക്ക് എടുത്തു വെച്ചേ. ഖലിജിബ്രാൻ പറയണത് അങ്ങനെയാ, ദൈവത്തെ വിളിക്കാൻ, ദൈവത്തിലേക്ക് അടുക്കാൻ നീ ഒരു ചുവടെടുത്ത് വെച്ചാൽ 1000 ചുവടെടുത്ത് വെച്ച് നിന്നെ ഓടി വന്ന് വാരിപ്പുണർന്ന് മാറോട് ചേർക്കുന്നൊരു സ്നേഹം, അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. യെശയ്യാ പ്രവചനം 58:9 പറയണത് എങ്ങനെയാ, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിച്ചാൽ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും. നീ പ്രാർത്ഥിച്ചാൽ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് ഉത്തരം തരും. നിന്റെ നിലവിളി സ്വർഗത്തിലേക്ക് എത്തിയാൽ ദൈവം നിനക്ക് ഉത്തരം തരും. ജോൺ മരിയ വിയാനി പുണ്യവാൻ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കാത്തവൻ ചിറകില്ലാത്ത പക്ഷിയെ പോലെ. പ്രാർത്ഥിക്കാത്തവൻ ചിറകില്ലാത്ത പക്ഷിയെ പോലെയാ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പം, ഇത്തരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും പ്രാർത്ഥന നമുക്ക് അന്യമായി മാറുമ്പം, അടിസ്ഥാനപരമായ പ്രാർത്ഥന പോലുമില്ലാതെ ജീവിച്ച് കടന്നു പോകുമ്പം ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന ഭാവത്തോട് കൂടിയിട്ട് അതൊക്കെ ശരിയാവുമെന്ന്, അതൊക്കെ 2 ആഴ്ച അടച്ചിട്ട് കഴിയുമ്പോൾ ഓക്കെ ആവും, അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നേ. തമ്പുരാൻ പറയുക, ദൈവത്തിൻ്റെ ഇടപെടൽ വഴിയല്ലാതെ ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളിൽ, പ്രത്യേകിച്ചും പകർച്ചവ്യാധികളുടെ മേഖലയിൽ ദൈവിക ഇടപെടലല്ലാതെ മറ്റൊരു സാധ്യതയില്ല എന്ന് സഭയുടെ വിശ്വാസവും പാരമ്പര്യവും നമ്മളോട് അടിവരയിട്ട് ഓർമ്മപ്പെടുത്തും. കോളറ എന്ന മഹാദുരന്തം ഉണ്ടായപ്പോഴും, ഇതുപോലെ തന്നെ ചരിത്രത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പമാരിലൂടെ, അനുഗ്രഹീതരായ ലയോ 13 മാർപ്പാപ്പയിലൂടെയൊക്കെ വലിയ ദുരന്തത്തിൻ്റെ മുഖത്ത് ഒരു വിശ്വാസിയുടെ നിലപാട് എന്താണ് എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ രാത്രിയിൽ നമ്മൾ ആയുധമെടുത്ത് തമ്പുരാനോട് പറയാണ്, അമ്മയോട് ചേരുകയാണ്, ഔസേപ്പ് പുണ്യാളനോടൊപ്പം നിൽക്കുകയാണ്, വിശുദ്ധരെ മുഴുവനും ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാണ്, ഈ മഹാദുരന്തത്തെ ഞങ്ങൾ അതിജീവിക്കാൻ വേണ്ടി വിശ്വാസത്തിൻ്റെ ആയുധത്തെ, അനുഗ്രഹത്തിൻ്റെ ആയുധത്തെ എടുത്ത് കൈകളിൽ പിടിക്കാൻ പോവാണ്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ യേശുവേ സ്തുതി, ആരാധന. യേശുവേ ആരാധന. അന്ധനായ ബർത്തമയോസ് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവത്തിൻ്റെ സന്നിധാനത്തേക്ക് മടങ്ങാൻ വേണ്ടിയിട്ട് നീ നിൻ്റെ ചില ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും ബലി കഴിക്കാനായിട്ട് തീരുമാനം എടുക്കണം. പുറംകുപ്പായം ദൂരെ എറിയണം. ഈ രാത്രിയിൽ ഇപ്പം കുമ്പസാരിക്കാനൊന്നും ആർക്കും പറ്റില്ല, എന്നാലും തമ്പുരാനോട് പറയണം, തമ്പുരാനെ തെറ്റിപ്പോയിട്ടുണ്ട്, വീഴ്ചകളൊക്കെ വന്നിട്ടുണ്ട്, പരാജയം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും എനിക്ക് ഇടർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റുപറഞ്ഞ് തമ്പുരാനോട്. ഒറ്റ വിളി കൊണ്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്വർഗം തുറക്കാൻ കഴിയുന്നവൻ്റെ മുൻപിലാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കണത്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസിയെ നീ ഓർമ്മിക്കണം, നമ്മുടെ ജീവിതത്തോട് തമ്പുരാൻ പറയാണ്, സുഭാഷിതം 3:27 പറയും, നിനക്ക് ചെയ്യാൻ കഴിയുന്ന നന്മകൾ അർഹതപ്പെട്ടവന് കൊടുക്കുന്നതിൽ നിനക്ക് വിമുഖതയുണ്ടായോ? ഞാൻ പാപത്തോടുള്ള മേഖലയിൽ പ്രധാനമായിട്ടും ഓർമ്മപ്പെടുത്തുന്നത് നിക്ഷേപത്തിൻ്റെ ഒരു മേഖലയാണ്. ദൈവത്തിന് മുമ്പിൽ നിനക്ക് നിക്ഷേപം ഉണ്ടെങ്കിൽ, വിശ്വാസത്തിൻ്റെ മേഖലയിൽ, ആത്മീയ മേഖലയിൽ, പങ്കുവെക്കലിൻ്റെ മേഖലയിൽ, നന്മയുടെ മേഖലയിൽ നിക്ഷേപം ഉണ്ടെങ്കിൽ ഈ രാത്രിയിൽ നീ വിളിച്ചോ, സ്വർഗം നിനക്ക് വേണ്ടി തുറക്കും. നീ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ ഉപേക്ഷിക്കാം എന്ന് തീരുമാനിച്ചോ, സ്വർഗം നിനക്കും എനിക്കും വേണ്ടി തുറക്കും. ഉപേക്ഷിച്ചാൽ ദൈവം കൂടെ നിൽക്കുന്നു. യോഹന്നാൻ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 6 മുതൽ തിരുവചനത്തിൽ പറയും, ദൈവം പ്രകാശമാണ്. ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നവനിൽ ഈ പ്രകാശത്തിൻ്റെ ചൈതന്യം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് 9-ാം തിരുവചനമാകുമ്പോഴത്തേക്കും വിശുദ്ധ യോഹന്നാൻ പറയും, പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ സകല പാപങ്ങളും പൊറുക്കും, അനീതിയിൽ നിന്നും നമ്മെ മോചിപ്പിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇന്ന് ഈ രാത്രിയിൽ തമ്പുരാനോട് തുടർന്നുള്ള ആരാധനാ നിമിഷങ്ങളിൽ ദൈവമേ എന്നോട് കരുണയായിരിക്കണമേ എന്നും എൻ്റെ പാപങ്ങൾ ഞാൻ ഏറ്റുപറയുന്നുവെന്നും അവിടുത്തെ തിരുമുമ്പിൽ ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തിരുത്താൻ തീരുമാനിക്കുന്നുവെന്നും മേലിൽ പാപം ചെയ്യരുത് എന്നുള്ള അവിടുത്തെ ഓർമ്മപ്പെടുത്തൽ ജീവിതത്തിൻ്റെ എല്ലായിടങ്ങളിലേക്കും ചേർത്തു വയ്ക്കുന്നുവെന്നും എളിമയോടുകൂടിയിട്ട് സമ്മതിച്ചാൽ തമ്പുരാൻ ഉറപ്പ് തരും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ഇടപെടാനായിട്ട് തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അവസാനത്തെ കാര്യം, വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിച്ച് നീ കർത്താവിൻ്റെ മകനാകണം, മകളാകണം. ബർത്തിമയോസ് വിശ്വാസമാണ് അവൻ്റെ രക്ഷയുടെ വഴി എന്നുള്ള അവബോധത്തോടു കൂടിയിട്ട് ജീവിക്കാൻ തുടങ്ങി, ക്രിസ്തുവിനെ അനുഗമിക്കാൻ തുടങ്ങി. അകലങ്ങളിലല്ല, അടുത്ത് അനുഗമിക്കാൻ തുടങ്ങി. അകലങ്ങളിലല്ല, അടുത്തു തമ്പുരാനെ അനുഗമിക്കാനായിട്ട് തുടങ്ങി. ഇന്ന് ഓരോ വിശ്വാസിയോടും ഈ ആരാധനയിലും ഈ രാത്രിയുടെ പ്രാർത്ഥനയിലും പങ്കെടുക്കുന്ന, ഇപ്പോൾ വചനം കേൾക്കുന്ന സകല വ്യക്തികളോടും ദൈവം ഓർമ്മപ്പെടുത്തുക. സ്വർഗം പറയാണ്, നിന്റെ വിശ്വാസം നിനക്ക് രക്ഷയായിട്ട് രൂപാന്തരപ്പെടും. യെശയ്യാ പ്രവചനം 59 അധ്യായം 1-2 വചനം നമുക്ക് എല്ലാവർക്കും അറിയാം. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം ഭവിച്ചിട്ടില്ല. നമ്മുടെ തമ്പുരാൻ ഇന്നും രക്ഷിക്കാൻ കഴിയുന്നവനാണ്, കേൾക്കാൻ കാതുകൾക്ക് മാന്യം ഭവിക്കാത്തവനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസത്തോടു കൂടിയിട്ട് ഒറ്റ വിളി വിളിച്ചാൽ സ്വർഗം ഇറങ്ങി വരും, നിൻ്റെയും എൻ്റെയും ജീവിതത്തെ ഏറ്റെടുക്കും. ദൈവം നമ്മുടെ ജീവിതത്തെ അങ്ങ് ഏറ്റെടുത്ത് കഴിയുമ്പം ഞാനും എൻ്റെ തമ്പുരാനും ഒന്നായിത്തീരുന്ന ഒരു സായുജ്യത്തിൻ്റെ, ദൈവത്തോടൊന്നായിത്തീരുന്ന ഒരാത്മീയതയുടെ അനുഭവത്തിലേക്ക് എത്താനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ആത്മീയ പിതാക്കന്മാർ പറയണത്, ചങ്കില ചൂടുകൊണ്ട് തമ്പുരാന് വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കുന്ന ശിഷ്യൻ്റെ മനസ്സിലേക്ക് നിൻ്റെ ജീവിതത്തെ ഒന്ന് മാറ്റണം. ചങ്കില ചൂടുകൊണ്ട് ഗുരുവിന് വേണ്ടി വെള്ളം ചൂടാക്കുന്ന ഒരു യഥാർത്ഥ അനുഗാമിയായ ശിഷ്യൻ്റെ മനോഭാവത്തിലേക്ക് ജീവിതത്തെ ഒന്ന് മാറ്റണം. ഒരു മനോഹരമായ കുറിപ്പ് വായിച്ചത് മനസ്സിലുണ്ട്. ഗുരു രോഗിയായി, ശിഷ്യന്മാർ മാറി മാറി അദ്ദേഹത്തിന് അതിരാവിലെ തന്നെ ചൂടുവെള്ളം കൊണ്ടുവന്ന് കൊടുക്കും, കുളിച്ച് ശുദ്ധി വരുത്താൻ വേണ്ടിയിട്ട്. ആരോഗ്യം അല്പമൊക്കെ വീണ്ടെടുത്ത് കഴിഞ്ഞപ്പം ഗുരുവിനൊരാഗ്രഹം. 4-4:30 ഗുരു എഴുന്നേറ്റ് കുളിക്കുന്ന പതിവുണ്ട്, സൂര്യൻ ഉദിക്കും മുമ്പേ. ഗുരുവിനൊരു ആഗ്രഹം, ഇനി ശിഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കണ്ട, അവർക്ക് മുമ്പേ പോയി വെള്ളം ചൂടാക്കി കുളിച്ചേക്കാം. ഗുരു വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് ചെല്ലുമ്പം കാണുന്ന ഒരു കാഴ്ച, തൻ്റെ പ്രിയപ്പെട്ട അരുമ ശിഷ്യൻ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഗുരുമന്ത്രങ്ങൾ ഉരുവിട്ട് തൻ്റെ ഹൃദയത്തിലെ സ്നേഹച്ചൂടുകൊണ്ട് വെള്ളം ചൂടാക്കുന്ന രംഗമാണ് ഗുരു കാണുന്നത്. നിറകണ്ണുകളോടെ അല്ലാതെ ആ ശിഷ്യൻ്റെ മുൻപിൽ നിന്ന് ഗുരുവിന് മടങ്ങാനായില്ല. തമ്പുരാൻ ഇന്ന് ഈ രാത്രിയിൽ എന്നോടും നിങ്ങളോടും പറയുക, അന്ധനായ ബർത്തിമയോസിൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ നെഞ്ചിൽ സ്നേഹത്തിൻ്റെ ചൂടുകൊണ്ട് തമ്പുരാൻ ഇടം കൊടുത്തിട്ട് പറയണം, തമ്പുരാനെ നീ എന്നെ വിട്ടുപോകരുതേ, നീ എന്നെ തള്ളിപ്പറയരുതേ, നീ എന്നിൽ നിന്നും ഓടിയകരുതേ. ഞാൻ പാപിയാണെങ്കിലും കൂടെ പത്രോസ് പറഞ്ഞ പോലെ, കർത്താവേ ഞാൻ പാപിയാണ്, ദൂരെ പോണേ. ഇങ്ങനെയൊക്കെയുള്ള ഭാവങ്ങളോടുകൂടെ ആയിരിക്കുമ്പോഴും ശക്തമായിട്ടാണ് നമുക്ക് തമ്പുരാനോട് പറയാൻ പറ്റണം. കൊളോസ്യസ് ലേഖനം 2-ാം അധ്യായം 6 മുതൽ വചനം എങ്ങനെയാ പറയുക? കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചതിനാൽ അവനിൽ ജീവിക്കുവിൻ, അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചുകൊണ്ട് അനർഘളമായ കൃതജ്ഞതാപ്രകാശനത്തിൽ മുഴുകുവിൻ. ക്രിസ്തുവിന് യോജിക്കാത്തതും പ്രപഞ്ചത്തിലെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യങ്ങൾക്കും മാത്രം ചേരുന്നതുമായ വ്യർത്ഥ പ്രലോഭനത്തിനും തത്വചിന്തയ്ക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രപഞ്ചത്തിലെ ചുറ്റുപാടിലെ പലതും നമ്മളെ ഭാരപ്പെടുത്തുമ്പോഴും ഒരു വിശ്വാസം ഇങ്ങനെ ചങ്കുറപ്പോട് കൂടിയിട്ട് ഈ പരിശുദ്ധ കുർബാനയിലേക്ക്, ഈ പരിശുദ്ധ സാന്നിധ്യത്തിലേക്ക് ഹൃദയത്തെ സ്നേഹം കൊണ്ട് ചേർത്ത് വെച്ചിട്ട് ഉറപ്പോടെ പറയണം, ഞങ്ങളുടെ തമ്പുരാൻ രക്ഷിക്കാൻ കഴിയാത്തവനല്ല, വിട്ടുപോകുന്നവനല്ല, അകന്നു പോകുന്നവനല്ല, മാറി നിൽക്കുന്നവനല്ല, കൂടെ നടക്കുന്നവനാ. ഈ ബോധ്യം ഉള്ളിൽ പതിപ്പിക്കാം. ചിന്തകളെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വെറുതെ കടന്നുപോയവനെ അനുഗ്രഹത്തോടു കൂടിയിട്ട് ഹൃദയം കൊണ്ട്
മനസ്സിലാക്കി വിശ്വാസത്തിൽ ആഴപ്പെട്ട് പടിപടിയായി വളർന്ന് ആത്മീയ അന്ധത മാറ്റി ആത്മീയ കൃപകൾ നിറച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ നന്ദിയോടെ ഓർത്ത് കൃപയുള്ള കഴിവാണെല്ലാം എന്നേറ്റു പറഞ്ഞ് പുറംകുപ്പായങ്ങളൊക്കെ പാപബന്ധനങ്ങളൊക്കെ വെടിഞ്ഞ് ശരിക്കും തമ്പുരാനെ അനുഗമിക്കുന്ന അന്ധനായ ബർത്തമിയോസിൻ്റെ ചൈതന്യത്തെ നമ്മുടെയുമാക്കാം. പത്രോസ്ലീഹായുടെ ഓർമ്മപ്പെടുത്തൽ വീണ്ടും ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ ചിന്തകളെ അവസാനിപ്പിക്കാം. വിശ്വാസത്തെ സുഹൃതം കൊണ്ടും, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും, ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും, ക്ഷമയെ ഭക്തി കൊണ്ടും, ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും, സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണ്ണമാക്കാൻ നന്നായി ഉത്സാഹിക്കുവിൻ. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.